ശ്രീമദ് ഭാഗവതം നമ്മളിന്ന് ഏഴാമത്തെ അധ്യായമായിട്ട് പരീക്ഷത്തിൻ്റെ ആരംഭമാണ് നോക്കുന്നത്. അതിൽ പറയുന്നത് ബ്രഹ്മാസ്ത്രം പ്രയോഗിക്കുന്നതിനെ പറ്റി ആണ്. യഥാർത്ഥത്തിൽ ഈ മഹാഭാരത യുദ്ധം എന്ന് പറയുന്നത് മൂന്നാം ലോകമഹായുദ്ധം തന്നെയാണ്. നമ്മൾ അതിൻ്റെ ഇടക്കാണ് നിൽക്കുന്നത് ഇന്ന്. ഇത് നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രാധാന്യമുള്ളതാണ്. എന്താണ് ബ്രഹ്മാസ്ത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പ്രപഞ്ചഭേദയിൽ നിന്നുണ്ടായ അതാണ് ബ്രഹ്മം. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട അസ്ത്രം എന്ന് പറയുമ്പോൾ ആധുനിക സയൻസിൽ പ്രപഞ്ചഭേദയിൽ നിന്നാണ് ഉണ്ടായത്, ആറ്റങ്ങളിൽ നിന്നാണ്. അപ്പോൾ ആറ്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യം തന്നെയാണ് ഈ ബ്രഹ്മാസ്ത്രം. ഈ കഥയിലൂടെ ബ്രഹ്മാസ്ത്രം പ്രയോഗിക്കുന്ന കാര്യമാണ് പറയുന്നത്. അത് പ്രയോഗിക്കുക തന്നെ ചെയ്യുമെന്ന് പറഞ്ഞു വെച്ചിരിക്കുകയാണ്. കാരണം കാലം ഒരു വഴിക്കാണ്, ഒരു ക്രമത്തിലാണ് പോകുന്നത്. ആ കാലം പോകുന്ന കാര്യമാണ് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത്. ആ കാലം തന്നെയാണ് നമ്മളെ ഉള്ളിൽ നിന്നുകൊണ്ട് നയിച്ചുകൊണ്ട് പോകുന്നത് എന്നെല്ലാം പറഞ്ഞ സ്ഥിതിക്ക് ഇവിടെ നടക്കുന്ന ഇങ്ങനെയല്ലേ ലോകം മുന്നോട്ടേക്ക് പോവുകയുള്ളൂ. നമ്മളിന്ന് മൂന്നാം ലോകമഹായുദ്ധത്തിൻ്റെ ഒരു വക്കിലാണ്, അകത്താണുള്ളത്. ന്യൂക്ലിയർ ബോംബ് പ്രയോഗിക്കുമോ എന്ന് ശങ്കിച്ചുകൊണ്ടാണ് ഓരോ ദിവസവും കടന്നു പോകുന്നത്. അത് പ്രയോഗിക്കുക തന്നെ ചെയ്യുമെന്ന് പറയുന്നു. പക്ഷേ ഇവിടെ പ്രധാനപ്പെട്ട ഒരു കാര്യം, അത് പ്രയോഗിച്ചാൽ തടുക്കേണ്ട മാർഗവും ഇവിടെ പറഞ്ഞു തന്നിട്ടുണ്ട്. അതും നമ്മൾ ശാസ്ത്രീയമായിട്ട് ഇതിലൂടെ മനസ്സിലാക്കാൻ ശ്രമിക്കാം. അപ്പോൾ എന്നിട്ട് നമുക്ക് ഒന്നാമത് ശൗനകം പറയുന്നു, അല്ലയോ സൂത, ഈ നാരദൻ ഉപദേശിച്ചല്ലോ വേദവ്യാസനോട് ഇങ്ങനെയല്ലേ എഴുതുന്നു. നാരദൻ പോയപ്പോൾ പിന്നെ വേദവ്യാസൻ എന്താണ് ചെയ്തത് എന്ന് ചോദിച്ചപ്പോൾ 2, 3, 4 സൂതൻ പറയുകയാണ്, സരസ്വതി നദിയുടെ പടിഞ്ഞാറേ കരയിൽ അദ്ദേഹത്തിന് ഒരു ആശ്രമമുണ്ട്. അദ്ദേഹം അവിടെ എത്തിയിട്ട് ജലം കൊണ്ട് ശരീരം ശുദ്ധമാക്കിയ ശേഷം മനസ്സിനെ ഏകാഗ്രമാക്കിയിട്ട് ഹൃദയത്തിൽ ഈശ്വരനെയും മായയെയും ദർശിച്ചു. അപ്പം നമ്മളെ ഉള്ളിലുള്ള ഈശ്വരനെയും, ഈശ്വരൻ നമ്മളുടെ ഉള്ളിൽ തന്നെയാണുള്ളത്, അതിനെ ആവരണം ചെയ്തിട്ട് എന്തുണ്ട്, മായയുണ്ട്. ഈ രണ്ടിനെയും അദ്ദേഹം ദർശിച്ചു. എന്നിട്ട് 5 എന്ത് പറയുന്നു, ജീവൻ ത്രിഗുണങ്ങൾക്ക് അതീതനാണ്. അത് പരമാത്മാവ് തന്നെയാണ്. നമ്മളെ ജീവൻ എന്ന് പറയുന്നത് നമ്മളെ കൊണ്ട് കർമ്മം ചെയ്യിപ്പിക്കാൻ ഒരു ജീവൻ ഉണ്ടാക്കുന്നുണ്ട്. അത് ആ പരമാത്മാവ് തന്നെയാണ് ചെയ്യുന്നത്. അപ്പം പരമാത്മാവിൻ്റെ പ്രേരണയാലാണ് ജീവൻ ഉണ്ടായിട്ട് നമ്മൾ ജീവൻ ഉണ്ടായിക്കൊണ്ട് നമ്മൾ കർമ്മങ്ങൾ ചെയ്യുന്നത്. അപ്പം അത് പരമാത്മാവ് തന്നെയാണ്. ത്രിഗുണങ്ങൾക്ക് അതീതനാണെങ്കിലും നമ്മൾ കർമ്മം ചെയ്യുന്നത് ഈ ത്രിഗുണത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. അതിലൂടെ ഉണ്ടാകുന്ന മായ, അപ്പം മായ ഈ ത്രിഗുണങ്ങളിലൂടെയാണ് നമ്മളെ കർമ്മത്തിന് പ്രേരിപ്പിക്കുന്നത്. അപ്പം നമ്മൾ കർമ്മം ചെയ്യുന്നത് ഈ ത്രിഗുണത്തിന് അധീനമായിക്കൊണ്ട് തന്നെയാണെങ്കിലും അതിൻ്റെ അകത്ത് നിന്ന് പ്രവർത്തിക്കുന്ന ആ മായ, ആ ജീവൻ മായക്കധീനമൊന്നുമല്ല, അത് പരമാത്മാവ് തന്നെയാണ്. പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളാണ് കർമ്മങ്ങൾ ചെയ്യുന്നത്. അതിൽ ത്രിഗുണങ്ങളോടുകൂടിയാണ് നമ്മൾ കർമ്മം ചെയ്യുന്നത്. അതിൻ്റെ ഫലമായിട്ട് എന്തുണ്ടാകുന്നു, അനർത്ഥത്തെയും നമ്മൾ അനുഭവിക്കേണ്ടതായിട്ട് വരുന്നു. ആ പരമാത്മാവ് ത്രിഗുണത്തിൻ്റെ പരിധിയിലൊന്നുമല്ല, ആ ജീവനും ആ ത്രിഗുണത്തിൻ്റെ പരിധിയിലൊന്നുമല്ല. പക്ഷേ നമ്മൾ അതിൻ്റെ പരിധിയിൽ കിടന്നാണ് ഇതെല്ലാം ചെയ്യുന്നത്. അതുകൊണ്ട് അതിൻ്റെ ദോഷഫലം നമ്മൾ അനുഭവിക്കുമ്പോഴും ആ പരമാത്മാവിനെ അത് ബാധിക്കുന്നില്ല. പക്ഷേ എല്ലാം ചെയ്യിക്കുന്നത് അത് തന്നെയാണ്. എന്നിട്ട് 6 എന്ത് പറയുന്നു, ഭഗവത് ഭക്തി അതിൽ നിന്നുള്ള മുക്തിയായി കാണണം. ഭഗവത് ഭക്തി കൊണ്ട്, അതായത് ഈ ഭഗവാനെ നമ്മൾ മനസ്സിലാക്കിയിട്ട് ഈ ഭഗവാനാണ് ഇതെല്ലാം ചെയ്യുന്നത് എന്ന സത്യം മനസ്സിലാക്കിയാൽ നമുക്ക് ഈ പാപത്തിൽ നിന്നെല്ലാം മുക്തി നേടാൻ പറ്റും. അതാണ് നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത്. മായ അത് നമ്മൾ ഞാനെന്നൊരു ചിന്ത ഉണ്ടാക്കിയിട്ട് ചെയ്യിപ്പിക്കുകയാണ്. നമ്മൾ ആ ഞാനെന്ന ചിന്ത ഉണ്ടായിട്ട് ചെയ്യിക്കുകയാണെങ്കിൽ നമ്മൾ കഷ്ടപ്പാട് അനുഭവിക്കേണ്ടി വരും. അതാണ് എന്നിൽ ഈ ഞാനെന്ന ഒരു ചിന്ത ഉണ്ടാക്കിയിട്ട് എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഫലത്തെ പറ്റിച്ചിക്കേണ്ട ആവശ്യമില്ല. അത് എന്നെക്കൊണ്ട് ഇത് ചെയ്യിപ്പിക്കുകയാണ്. പിന്നെ എന്തില്ല, ഫലത്തെപ്പറ്റി ചിന്തിക്കണ്ട. എങ്ങനെയാണ് പോകുന്നത് എന്നുള്ള ഓൾറെഡി തീരുമാനിക്കാം. പിന്നെ എന്ത് ഫലം?
അപ്പം ഭഗവത് ഭക്തി അതിൽ നിന്നുമുള്ള മുക്തിയായി കണ്ടുകൊണ്ട് ലോകത്തിനായി ജ്ഞാനിയായ വേദവ്യാസൻ ഭാഗവതം എന്ന ഭക്തിയോഗ സംഹിത എഴുതി. അതുകൊണ്ട് ഭഗവത് ഭക്തിയിൽ മുഴുകിക്കൊണ്ട് ഇതിൽ നിന്നെല്ലാം മുക്തി നേടാൻ, ഇതിൽ നിന്നുള്ള സുഖദുഃഖങ്ങളെ, അതൃപ്തിയെ എല്ലാം മുക്തി നേടാൻ എന്ത് വേണം? ആ ഭഗവത് ഭക്തിയിൽ ചിന്ത കൂടിക്കൊണ്ട് എല്ലാം ഭഗവാനാണ് ചെയ്യുന്നത് എന്ന ഒരു ശൈലിയിൽ പിന്നെ എന്ത് വേണം? അങ്ങനെ മുക്തി ലഭിക്കും. അതിലൂടെ ലോകത്തിനായി ജ്ഞാനിയായ വേദവ്യാസൻ ഭാഗവതം എന്ന ഭക്തിയോഗ സംഹിത എഴുതി. അങ്ങനെയാണ് ഭാഗവതം എഴുതിയത്. എന്നിട്ട് 7 ഈ ഗ്രന്ഥത്തിലൂടെ പരപുരുഷനായ കൃഷ്ണന്, അപ്പോൾ ഇവിടെ പറയുന്ന കൃഷ്ണൻ എന്ന് എന്തെങ്കിലും വാക്ക് പറയുന്നുണ്ടെങ്കിൽ അത് ഈ ത്രേതായുഗത്തിലെ കൃഷ്ണനെ ആയിട്ട് കാണരുത്. പരമാത്മാവായ പരപുരുഷനായ ആ കൃഷ്ണനായിട്ട് കണ്ടിട്ട് ശോകം, ഭയം എന്നിവയെ അകറ്റി ഭക്തി മനുഷ്യരിൽ ഉണ്ടാക്കും ഈ ഗ്രന്ഥത്തിലൂടെ. അപ്പം ഈ എഴുതി വെച്ച ഭാഗവതത്തിലൂടെ പരമപുരുഷനായ ശ്രീകൃഷ്ണനിൽ നിന്നും, അപ്പോൾ ആ ശ്രീകൃഷ്ണനാണ് ഈ ഭക്തി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്ന ആ പരമപുരുഷനാണ്, ബ്രഹ്മത്തെ തന്നെയാണ്. അതിലൂടെ ഈ ഗ്രന്ഥം പഠിച്ചതിലൂടെ ശോകം, മോഹം, ഭയം എന്നിവയെ അകറ്റിയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? മനുഷ്യന് ഭക്തി ഉണ്ടാകും, മനുഷ്യരിൽ ഭക്തി ജനിപ്പിക്കും. അപ്പോൾ വേദവ്യാസൻ എല്ലാം ആ ബ്രഹ്മമാണ് ചെയ്യുന്നത്, ബ്രഹ്മമാകുന്ന കൃഷ്ണൻ ആണ് ചെയ്യുന്നത് എന്നുള്ള ഒരു ഭക്തിയുടെ മാർഗത്തിലൂടെ ഈ കഥ എഴുതിയത് കൊണ്ട് ഇത് വായിക്കുന്നവരിലും ആ ഒരു ഭക്തി മാർഗത്തിലൂടെ തന്നെയാണ് കഥയെ സമീപിക്കാൻ പോകുന്നത്. അതുകൊണ്ട് അവർക്കെന്തുണ്ടാവും? ഈ സത്യം ഗ്രാജ്വലായിട്ട് മനസ്സിലാക്കാൻ പറ്റും. എല്ലാം അതാണ് ചെയ്യിപ്പിക്കുന്നത്, നമ്മളെ കൊണ്ട് എന്ത് ചെയ്യിപ്പിക്കുന്നു അതാണ് എന്നുള്ള, അപ്പം ഞാൻ ചെയ്യുന്നത് അത് തീരുമാനിച്ചതാണ് എന്നുള്ള ചിന്ത വരുമ്പോൾ നമ്മളിൽ നിന്ന് ഗ്രാജ്വലായിട്ട് ശോകവും മോഹവും ഭയമെല്ലാം അകന്നു പോകും ഈ ഗ്രന്ഥത്തിലൂടെ. മറ്റുള്ള വേദങ്ങളിലെല്ലാം സയൻസേ പറഞ്ഞിട്ടുള്ളൂ, അതെല്ലാം നമ്മൾ ചെയ്യുന്ന മാതിരിയാണ്. അത് നമ്മൾ ഇന്നത്തെ ആധുനിക സയൻസ് നമ്മൾ ചെയ്യുന്ന മാതിരി, നമ്മളെ കണ്ടുപിടുത്ത മാതിരിയാണ് പോകുന്നത്. അതുകൊണ്ടാണ് ഓരോ ജീവിതത്തിൽ പ്രയാസങ്ങൾ ഉണ്ടാകുന്നത്, കാര്യം നടന്നിട്ടില്ലെങ്കിലുള്ള വിഷമങ്ങൾ. പക്ഷെ അത് ഇങ്ങനെ തന്നെയാണ് തീരുമാനിച്ചത്. നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, മഹാഭാരത യുദ്ധമെല്ലാം അത് ഓൾറെഡി തീരുമാനിച്ചാൽ അത് മാറിപ്പോകും. പിന്നെ എന്തിനാ ടെൻഷൻ അടിക്കുന്നു? ഇതിങ്ങനെ പോലെ ഇത് ഉൾക്കൊള്ളാൻ പറ്റിയെങ്കിൽ ലോകത്തിൽ നടക്കുന്നതെല്ലാം നമുക്ക് മുൻകൂട്ടി തീരുമാനിക്കാം. ന്യൂക്ലിയർ ബോംബ് പ്രയോഗിക്കുക തന്നെ ചെയ്യും, അതിനെ തടുക്കുകയും തന്നെ. എങ്ങനെയാണ് തടുക്കേണ്ടതെന്ന് ഇവിടെ പറയാൻ പോവുകയാണ്. എന്നിട്ട് 8 അദ്ദേഹം അത് ഉണ്ടാക്കിയിട്ട് പരിശോധിച്ച ശേഷം, ശരിയായ ഒന്ന് പരിശോധനയെല്ലാം നടത്തിയതിന് ശേഷം നിവൃത്തി മാർഗത്തിൽ ചലിക്കുന്ന പുത്രൻ ശുഭനെ പഠിപ്പിച്ചു. അപ്പം അദ്ദേഹത്തിൻ്റെ പുത്രനെയാണത് പഠിപ്പിച്ചു കൊടുത്തത്. അപ്പം പുത്രൻ എന്താണ്? ബ്രഹ്മസാക്ഷാത്കാരം നേടിയവരാണ്. നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ട്, ബ്രഹ്മസാക്ഷാത്കാരം നേടുന്നവര് പിന്നെ ഒരു കാര്യത്തിലും വേദങ്ങളൊന്നും പഠിക്കുന്നില്ല, ഒരു ശാസ്ത്രം അവന് വേണ്ട, പിന്നെ ഇതിലൊന്നും തലയിടാം. ബ്രഹ്മത്തിൽ ലയിച്ചുകൊണ്ട് അങ്ങനെ അടങ്ങി ഒഴുങ്ങി ഇരിക്കുകയേ ഉള്ളൂ. അപ്പം സ്വാഭാവികമായി പിന്നെ ഇതെന്തിനാണ് പഠിച്ചത് എന്നുള്ളൊരു ചോദ്യം വരും. അപ്പം അതിനെ ഒന്ന് ന്യായീകരിക്കാൻ വേണ്ടിയിട്ട് 9 ശൗനകൻ ചോദിക്കുകയാണ്, നിവൃത്തി മാർഗത്തിൽ തൽപരനും ഉപേക്ഷാഭാവമുള്ളവനുമായ ആത്മാവിൽ രമിക്കുന്നതുമായ ശുദ്ധൻ എന്തിനാണ് ഇത് പഠിച്ചത്? നമ്മൾ ചോദിക്കുന്ന ചോദ്യമാണ്. ബ്രഹ്മസാക്ഷാത്കാരം നേടിയവരൊന്നും വേദം പഠിക്കില്ല, വേദം പഠിക്കേണ്ട ആവശ്യമില്ല. അതെല്ലാം മിഥ്യയാണ്, ഭൗതിക ലോകത്തിലുള്ള ചരിത്രമല്ലാണ്. അതിനാണ് ഇങ്ങനെ പഠിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ അതിനൊരു മുടന്തൻ ന്യായം പറഞ്ഞു വെക്കുകയാണ്. കാരണം ഈ ചോദ്യം ഉണ്ടാവും. അല്ലെങ്കിൽ നമ്മൾ തെറ്റിദ്ധരിച്ചേക്കും, ആത്മീയതയിൽ ബ്രഹ്മസാക്ഷാത്കാരം നേടിയവരെല്ലാം വന്നിട്ട് ഇവിടെ പ്രഭാഷണം നടത്തുന്നു. നമുക്കൊരു ധാരണയുണ്ടാവും, കണ്ട സുഖം വന്ന് പ്രഭാഷണം നടത്തിയിട്ട് ബ്രഹ്മസാക്ഷാത്കാരം നേടിയവരാണ്, എന്നാൽ പിന്നെ ഞാനും കൂടി വന്നൂടെ എന്നുള്ള ചോദ്യമെല്ലാം വരും. ഇപ്പം ഭാഗവതം എഴുതുന്നതിനെക്കാട്ടി മുമ്പിൽ നാരദനെന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ട്,
ചെറിയ തെറ്റുകളൊന്നും വന്നു കഴിഞ്ഞാൽ അതൊന്നും കാര്യമാക്കേണ്ട, ഭക്തിയിൽ അതങ്ങ് പോയിക്കോളൂ. അതുകൊണ്ട് ഈ തെറ്റുകളിവിടെ വരും. അപ്പം അതിനൊരു ഉത്തരം 10ലും 12ലും പറയുകയാണ്, അവൻ ആത്മാവിൽ രമിച്ചവനാണെങ്കിലും ശരി തന്നെയാണ്, അവൻ ബ്രഹ്മസാക്ഷാത്കാരമാണ്. പിന്നെ ഇതിലൊന്നും അവന് താല്പര്യം വേണ്ട ആവശ്യമില്ല. ആ വിഷ്ണു ഭക്തനാണ്, അദ്ദേഹം ഭക്തിയോടുകൂടി അതിൽ ലയിച്ചിരിക്കുന്നില്ലേ. അതുകൊണ്ട് ഇതിലുള്ളത് വിഷ്ണു ഭക്തിയുള്ള കാര്യമായതുകൊണ്ട് ആ വിഷ്ണുവിനെ പറ്റി, ആ ബ്രഹ്മത്തെ പറ്റിയുള്ള അതിൽ താല്പര്യമുള്ളവനായതുകൊണ്ട് അതുകൊണ്ട് മാത്രം അദ്ദേഹം അത് പഠിച്ചു എന്നേ ഉള്ളൂ. അതായത് ഭക്തിയാണല്ലോ, വിഷ്ണുവിനെ പറ്റിയാണല്ലോ. അപ്പം ഇത് വിഷ്ണുവിനെ പറ്റിയാണ്ട് പഠിച്ചതാണ്, വിഷ്ണുവിനെ മാത്രമേ അംഗീകരിക്കത്തുള്ളൂ, അതുകൊണ്ട് പഠിച്ചതാണ് എന്നുള്ളൊരു മുടന്ത ന്യായം പറഞ്ഞാണ് ഒപ്പിച്ചു വെച്ചിട്ട് പിന്നെന്ത് പറയുന്നു 12ൽ, ഇനി പരീക്ഷത്തിൻ്റെ ജനനത്തെ പറ്റിയെല്ലാം പാണ്ഡവരുടെ മഹാപ്രസ്ഥാനത്തെ പറ്റിയെല്ലാം പറയാം. ഇനി അതിനപ്പുറം ഇനി ഞാൻ ഇതിലേക്ക് കിടക്കാം, അതിലേക്ക് പോയി കളയരുതെന്നും പറഞ്ഞൊരു തടയാട് ഇട്ട് കൊടുത്തു. എന്തും കയറിയിട്ട് ശൗനകനൊന്നും ചോദിച്ചു കളയരുത്, അങ്ങനെയല്ല അങ്ങനെ നല്ല ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് തോന്നുമല്ലോ. അതുകൊണ്ട് പെട്ടെന്ന് അതിൽ നിന്ന് ഊരി ഇനി പരീക്ഷത്തിൻ്റെ ജനനത്തെ പറ്റിയും പാണ്ഡവരുടെ മഹത്വത്തെ പറ്റിയെല്ലാം നമ്മൾക്ക് ആ കഥയിലേക്ക് ഞാൻ കടക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ആ വിഷയത്തിൽ നിന്ന് പെട്ടെന്ന് മാറി. അപ്പം കഥയിൽ ചോദ്യമില്ല, അത് നമ്മൾ മനസ്സിലാക്കി. ഇത് കഥയാണ്. യഥാർത്ഥത്തിൽ അവിടെ ശുഗൻ എന്നൊരു പുത്രനൊന്നുമില്ല, ഒരു പുത്രനെ സൃഷ്ടിച്ച ആ കഥാപാത്രത്തിലൂടെ പറയാൻ ശ്രമിക്കുകയാണ്. അല്ലാതെ ജനിക്കുന്ന കൃഷ്ണൻ എങ്ങനെ ഇവിടെ വന്ന് സംസാരിക്കും എന്നെല്ലാം ചോദിച്ചു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല. അതുകൊണ്ട് കൃഷ്ണനെ തന്നെ കൊണ്ട് തന്നെ പറയിപ്പിച്ചിട്ടുണ്ട്, ഞാൻ ജനിച്ചു വന്നൊന്നുമല്ല. അതേസമയം തന്നെ ഒന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ട്, ഇതിൽ ചെറിയ തെറ്റുകളെല്ലാം വരും, അത് ഭക്തിയിലൂടെ പോയിക്കൊള്ളണം എന്നെല്ലാം പറഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു കഥയിൽ ചോദ്യമില്ല എന്നും പറഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം ചേർത്ത് വെച്ചുകൊണ്ട് വേണം നമ്മളതിനെ വിലയിരുത്താൻ, അല്ലാതെ അതിലെ ഓരോ പോയിന്റും കയറി പിടിച്ചൊന്നും പോകരുത്. എൻ്റെ 13-14 പറയുന്ന കുരുവംശത്തിലെയും പാഞ്ചാല ദേശത്തെയെല്ലാം വീരപുത്രന്മാരെല്ലാം മരിച്ച യുദ്ധത്തിൽ ഭീമന്റെ ഗതപ്രയോഗം ഏറ്റിട്ട് ദുര്യോധനൻ തൊടയെല്ലാം പൊട്ടിയിട്ട് അവിടെ കിടക്കുകയാണ്. അപ്പം അദ്ദേഹത്തിനെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് അശ്വത്ഥാമാവ് ഗുരുവിൻ്റെ പുത്രനായ അശ്വത്ഥാമാവ് എന്ത് ചെയ്തു, രാത്രി ഉറങ്ങിക്കിടക്കുന്ന കുട്ടികൾ 5 പേരാണ് കിടക്കുകയായിരുന്നു. അത് പാണ്ഡവരാണെന്ന് വിചാരിച്ചിട്ട് തിരികെ വെട്ടിക്കൊന്നു. യഥാർത്ഥത്തിൽ പാണ്ഡവരുടെ മക്കളാണ്, പാണ്ഡവരാണെന്ന് വെച്ചിട്ടാണ് വരുത്തിക്കുന്നത്. പക്ഷെ അത് അദ്ദേഹത്തിന് തന്നെ ഇഷ്ടക്കേടായി മാറി. പിന്നെയാണ് അറിയുന്നത് ഞാൻ കൊന്നത് മക്കളെയാണ്, അല്ലാതെ പാണ്ഡവരെയല്ല. ആ നിന്ന പ്രവൃത്തിയിൽ ലോകം മുഴുവൻ അവരെ വെറുക്കാനും തുടങ്ങി. അങ്ങനെ ഒരു വെറുപ്പിൻ്റെ അവസ്ഥയിലെത്തിയ ആര്, ഈ ഗുരുവിൻ്റെ പുത്രൻ. ഗുരുവിൻ്റെ പുത്രൻ എന്ന് പറയുന്നത് ശാസ്ത്രങ്ങളെല്ലാം അറിയുന്ന ആളാണ് ഗുരു, ശാസ്ത്ര പണ്ഡിതനാണ്. അവരാണ് ന്യൂക്ലിയർ ബോംബെല്ലാം ഉണ്ടാകുന്നത്. മറ്റേ ഭരിക്കുന്ന രാഷ്ട്രീയക്കാരാണ്. പുട്ടിനല്ല ന്യൂക്ലിയർ ബോംബ് ഉണ്ടാക്കിയിരിക്കുന്നു, അല്ലെങ്കിൽ മറ്റേ ബൈഡനൊന്നുമല്ല ന്യൂക്ലിയർ ബോംബ് ഉണ്ടാക്കുക. അതെല്ലാം ശാസ്ത്രജ്ഞന്മാരാണ് ഉണ്ടാക്കുന്നത്. ഇത് രാഷ്ട്രീയക്കാരാണ്, ഇവർ ക്ഷത്രിയരാണ്, ഉണ്ടാക്കുന്ന ശാസ്ത്രജ്ഞന്മാരാണ്. അവർക്ക് വലിയ രാഷ്ട്രീയ താല്പര്യങ്ങളൊന്നുമില്ല. അവർക്ക് ഗവേഷണത്തിലെ ലോക പുരോഗതിക്ക് വേണ്ടിയുള്ള ഗവേഷണത്തിലുള്ള താല്പര്യമുള്ളവരാണ്. അപ്പം ഗുരു, പക്ഷേ ഇവിടെ ഗുരുവാണ് നേതൃത്വം കൊടുക്കുന്നത്. ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ നേതാവിൽ തന്നെയാണ് ഗുരു ഉള്ളത്. അപ്പം ഗുരുവിൻ്റെ പുത്രൻ എന്ന് പറയുമ്പോൾ വിദ്യാസമ്പന്നരായ ജ്ഞാനം അറിയുന്ന ആൾക്കാർ എന്ന നിലയിൽ കാണണം. അശ്വത്ഥാമാവ് അദ്ദേഹം ജ്ഞാനെല്ലാം തികഞ്ഞവരാണ്. ന്യൂക്ലിയർ ബോംബെല്ലാം ഉണ്ടാക്കേണ്ടിയും പ്രയോഗിക്കേണ്ടിയെല്ലാം കാര്യം അറിയുന്നവരാണ്. പക്ഷേ രാഷ്ട്രീയ തലപ്പത്തുള്ള ഗുരു ദ്രോണാചാര്യരൊന്നും അത് പ്രയോഗിക്കാൻ തയ്യാറായിട്ടില്ല. പക്ഷേ കീഴെയുള്ള ശാസ്ത്ര ലോകത്തിലെ ചിലവരാണ് അതെടുത്ത് പ്രയോഗിക്കുക എപ്പോഴും എന്നെല്ലാം പറഞ്ഞു തരുന്നുണ്ട്. അങ്ങനെ പ്രയോഗിക്കുക തന്നെ ചെയ്യും. നമ്മൾ അതിനെയെല്ലാം അഭിമുഖീകരിക്കാൻ കാത്തുകൊണ്ട് നിൽക്കുക തന്നെ വേണം. ഇനി 15-16 അപ്പോൾ പാഞ്ചാലി മക്കളെല്ലാം പാഞ്ചാലിയുടെ മക്കൾ ചെറു പൈതങ്ങളായ മക്കളുടെ അരുംകൊല കേട്ടറിഞ്ഞ്
പാഞ്ചാലിക്ക് ചെറു പതിതങ്ങളായ മക്കളുടെ അറും കൊല ചെയ്തു എന്നത് അറിഞ്ഞിട്ട് വാവിട്ട് കരയുവാനും കണ്ണീർ വാക്കുവാനും എല്ലാം തുടങ്ങി. അർജുനൻ അപ്പോൾ അവളെ എടുത്ത് പോയിട്ട് സമാധാനിപ്പിച്ചു. എങ്ങനെയാണ് സമാധാനിപ്പിച്ചത്? എൻ്റെ കാൺകീവത്താൽ ആരാണോ ഇത് ചെയ്തത് അവൻ്റെ തലയറുത്തിട്ട് ഞാൻ വന്ന് നിൻ്റെ മുമ്പിൽ കൊണ്ടു തന്നിട്ട് അതിൻ്റെ ശേഷമാണ് നിൻ്റെ കണ്ണീര് തുറക്കുക. അപ്പോൾ പോയിട്ട് തലയറുത്തിട്ട് ഞാൻ വരാം എന്ന് പറഞ്ഞുകൊണ്ട് എന്നിട്ട് ആ ശിരസിനെ കീഴടക്കിക്കൊണ്ട് നീ നിൻ്റെ മക്കളുടെ എല്ലാം ദഹനക്രിയ ചെയ്യണം. അതിൻ്റെ മേലക്കേരി ഇരുന്നുകൊണ്ട് തലമേലക്കേരി ഇരുന്നുകൊണ്ട് നീ ദഹനക്രിയ ചെയ്തു എന്നുള്ള നിലയിൽ പറഞ്ഞിട്ട് അർജുനൻ എന്ത് ചെയ്തു? 17 അങ്ങനെ പത്നിയെ സമാധാനിപ്പിച്ച് കൃഷ്ണനെയും കൂട്ടിയിട്ട് തേരിക്കേരിയിട്ട് നേരെ അശ്വത്ഥാമാവിൻ്റെ പിന്നാലെ ഓടാൻ തുടങ്ങി. 18 എന്ത് പറയുന്നു? ഇത് കണ്ട അശ്വത്ഥാമാവ് ആകെ വരണ്ടു. അർജുനൻ ചീറിപ്പാഞ്ഞ് വരികയാണ്. അശ്വത്ഥാമാവ് തേരിലേറിയിട്ട് ലോകം മുഴുവൻ പാഞ്ഞ് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണെന്നാണ് പറയുന്നത്. ഏതുപോലെ ബ്രഹ്മാവ് പണ്ട് രുദ്രനെ കണ്ടോടിയതുപോലെ. ബ്രഹ്മാവ് രുദ്രനെ കണ്ടോടിയത് എന്ന് മനോഹര കഥയുണ്ട്. ബ്രഹ്മാവ് സ്വന്തം മകളെ തന്നെയാണ് വിവാഹം കഴിച്ചത്. അത് വേറൊരു കഥയിലുള്ളതാണ്. അതിനാണ് ശിവൻ പോയിട്ട് അവസാനം ശിവൻ ഒരിക്കൽ എന്ത് ചെയ്യുന്നുണ്ട്? ബ്രഹ്മാവിന് 5 തലയുണ്ടായിരുന്നു, ഒന്ന് വെട്ടി. ഇതെല്ലാം കഥയിൽ പൊടിക്കും തങ്ങൾ വെച്ചതാണെങ്കിലും അതിൻ്റെ പിന്നിലൊരു സയൻസ് ഉണ്ട്. അത് പറയുന്നിടത്ത് പിന്നെ പറയാം. അപ്പം അന്ന് ബ്രഹ്മാവ് ഓടിയ പോലെയാണ് രുദ്രനെ പേടിച്ച് ഓടിയ മാതിരിയാണ് അശ്വത്ഥാമാവ് പേടിച്ചിട്ട് ഓടിയെന്നാണ് ഇവിടെ പറഞ്ഞു വെക്കുന്നത്. ഇതിൻ്റെ 19 തളർന്നു, കുതിരകളെല്ലാം ഓടി തളർന്നു. അപ്പം പിന്നെ ആത്മരക്ഷാർത്ഥം എന്ത് ചെയ്തു? അശ്വത്ഥാമാവ് ബ്രഹ്മാസ്ത്രം പ്രയോഗിച്ചു. കാരണം അത് വലിയൊരു പാപമാണ്. ലോകത്തെ നശിപ്പിക്കുക. ഒരു യുദ്ധം എന്ന് പറഞ്ഞാൽ ധർമ്മം ജയിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അതിന് ലോകത്തെ തന്നെ നശിപ്പിച്ചിട്ടുണ്ടെങ്കിൽ എന്ത് ധർമ്മമാണുള്ളത്? ഇന്നും നമുക്കറിയാം. അതുകൊണ്ട് പാണ്ഡവരോ ഭീഷ്മരോ ദ്രോണാചാര്യരോ ഒന്നും അത് പ്രയോഗിച്ചിട്ടില്ല. ഇന്നും പുടിൻ നമ്മുടെ രാഷ്ട്രത്തെ കുഴപ്പമാക്കുന്ന ഏത് സന്ദർഭം വന്നാലും ഞാൻ ന്യൂക്ലിയർ ബോംബ് പ്രയോഗിക്കും എന്ന് പറയും. ഇപ്പം പൊട്ടിക്കുന്ന ഒരു സിനിമയിലുണ്ടല്ലോ. പക്ഷേ പുടിൻ എത്ര അവരുടെ നാട്ടിലെ ടവർ പൊട്ടിച്ചിട്ടും പ്രയോഗിച്ചിട്ടില്ല. കാരണം അത് പ്രയോഗിച്ചു കഴിഞ്ഞാൽ ലോകം നശിച്ചു. പിന്നെ എന്ത് യുദ്ധമാണ്? ധർമ്മയുദ്ധമാണ്. അപ്പം ആൾക്കാർ പരിഹസിക്കുക, ഇപ്പം പൊട്ടിക്കുന്നു, ഇതെല്ലാം ചുമ്മയാണ്. ഈ പറയുന്ന ആൾക്കാർക്ക് അതിൻ്റെ ഗൗരവമൊന്നും അറിയില്ല. പക്ഷേ രാഷ്ട്രത്തെ നയിക്കുന്ന വ്യക്തികൾക്ക് അത് നല്ല ബോധ്യമുണ്ട്. അവരൊന്നും പ്രയോഗിക്കാൻ പോകുന്നില്ല. ബൈഡനും പ്രയോഗിക്കാൻ പോകുന്നില്ല. ആരാണ് പ്രയോഗിക്കുക? അവസാനം തോൽക്കുന്ന സമയത്താണ്, അല്ലെങ്കിൽ ആത്മരക്ഷക്കായിട്ട് കീഴേ ഉള്ളവരാണ് പ്രയോഗിക്കാൻ പോകുന്നത്. അത് ശാസ്ത്രലോകമാണ് പ്രയോഗിക്കുക, രാഷ്ട്രീയ നേതൃത്വമല്ല. അതിൻ്റെ പിന്നിലെ ഇതിൻ്റെ എല്ലാം കൈകാര്യം ചെയ്യുന്നവരാരാണ്? ശാസ്ത്രജ്ഞന്മാരാണ്. അവരാണ് അവസാന നിമിഷത്തിൽ തോക്കുമ്പം പ്രാണരക്ഷാർത്ഥം ചിലപ്പോൾ എടുത്ത് പ്രയോഗിക്കുക എന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ട്. അതിവിടെ സംഭവിക്കുക തന്നെ ചെയ്യും. കാരണം കാലം ഇങ്ങനെയാണ് എല്ലാ യുഗങ്ങളിലൂടെയും പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് പ്രയോഗിക്കുന്ന ആ തരത്തിലാണ് പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഇത് ന്യൂക്ലിയർ ബോംബ് പൊട്ടിക്കില്ല എന്നൊന്നും ചിന്തിക്കേണ്ട. ഒരു നാൾ അത് പൊട്ടിക്കുക തന്നെ ചെയ്യും. 20 എന്ത് പറയുന്നു എന്ന് വെച്ചാൽ, അങ്ങനെ തിരിച്ചെടുക്കുവാൻ അറിയാത്തവനായ അവനതിനെ തിരിച്ചെടുക്കേണ്ട വഴിയൊന്നും അറിയില്ല. അവന് ന്യൂക്ലിയർ ബോംബ് പൊട്ടിക്കാനേ അറിയും, അതിനെ തിരിച്ചെടുക്കാനുള്ള വഴി അറിയില്ല. അപ്പം എടുക്കുവാനുള്ള വഴിയും ഉണ്ട്. ഒരു ന്യൂക്ലിയർ ബോംബ് പ്രയോഗിച്ചാൽ ഇതിനെ തിരിച്ചെടുക്കാനുള്ള വഴിയും ഉണ്ട് എന്നാണ് ഇത് വ്യക്തമാക്കുന്നത്.
പക്ഷെ ഇവനത് അറിയില്ല. അതുകൊണ്ട് അവനെന്ത് ചെയ്ത്, അവൻ ജലത്തെ ആചമനം ചെയ്ത് അത് പ്രയോഗിച്ചു. 21 അതിൽ നിന്ന് പുറപ്പെട്ടതും എല്ലായിടവും വ്യാപരിക്കുന്നതുമായ ആ തേജസ്സിനെ കണ്ട് സംഭ്രമിച്ച അർജുനൻ കൃഷ്ണനോട് പറഞ്ഞു. ഇപ്പം വലിയൊരു ഊർജം അങ്ങ് പ്രവഹിച്ചു വരികയാണ്. അപ്പം ഈ ഒരു ആയുധത്തിൻ്റെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ ശത്രുവിൻ്റെ തലയിൽ കൊണ്ടിടേണ്ട ആവശ്യമൊന്നുമില്ല. എവിടെയെങ്കിലും ഒരു ദേശത്ത് കൊണ്ടങ്ങ് ഇട്ടാൽ മതി. മറ്റ് ബോംബുകളെല്ലാം വീണ് പൊട്ടുന്നിടത്തുനിന്ന് ഊർജം പ്രവഹിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. ബോംബ് പോകുമ്പോൾ ആ ടി വിയിലെല്ലാം ക്യാമറ വെച്ച് പിടിക്കുന്ന കണ്ടിട്ടില്ലേ? അപ്പോൾ അവിടെ നിന്നാണ് പിന്നെ ആ ഊർജം നമുക്ക് കാണാൻ പറ്റുക. വീണെടുത്താണ് അതിൻ്റെ എഫക്റ്റ്. പക്ഷേ ഇതങ്ങനെയല്ല. ഈ ന്യൂക്ലിയർ ബോംബ് ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഇട്ടാൽ മതി, ആ സ്ഥലത്തോട്ട് ഇട്ടേ ആവശ്യമില്ല. അതങ്ങനെ പിന്നെ വ്യാപിച്ച് ലോകം പരക്കാൻ തുടങ്ങും, ദേശം മുഴുവൻ. ഇപ്പം നമ്മൾ കാണുന്നത് ഒരു വലിയ തേജസ് നമ്മുടെ അടുത്തേക്ക് വരുന്നതാണ് കാണുന്നത്. എന്താ സംഭവിച്ചതെന്ന് നമുക്കറിയാൻ പറ്റില്ല. ബോംബ് വീഴുമ്പോൾ നമുക്കൊരു ധാരണയുണ്ട്, അതാ ഒരു ബോംബ് ഇതാ വീഴുന്നതല്ല. പക്ഷെ ഇത് നമുക്ക് തിരിച്ചറിയാൻ പറ്റുള്ള ഒരു തേജസ് നമ്മുടെ അടുത്തേക്ക് വരുന്നതായിട്ട് കാണാൻ പറ്റും. അപ്പം അർജുനൻ പോലും സംഭ്രമിച്ചു. ഇതെന്തുന്ന ഇങ്ങനെ ഒരു തേജസ് വരുന്നത് പിടികിട്ടിയില്ല പെട്ടെന്ന്. അപ്പോൾ അർജുനൻ കൃഷ്ണനോട് പറഞ്ഞു 22 സംസാരത്തെ രക്ഷിക്കുന്നവനായ അങ്ങാണ് ലോകത്തെയെല്ലാം രക്ഷിക്കാൻ കഴിവുള്ള വ്യക്തിയാണ് അങ്ങ്. അങ്ങേക്ക് മാത്രമേ ഇതും നമുക്ക് മുക്തി ചെയ്യുവാൻ ആവുകയുള്ളൂ. കൃഷ്ണനോട് പറയണേ, വലിയൊരു തേജസ് വരുന്നത് അങ്ങേക്ക് മാത്രമേ ഇതിൽ നിന്ന് രക്ഷിക്കുവാൻ കഴിയുകയുള്ളൂ. 23 പ്രകൃതിയിൽ നിന്നും അത്യന്തം അജ്ഞനും ഈ പ്രകൃതിയായിട്ട് ബന്ധമുള്ള ആളല്ല കൃഷ്ണൻ. അതുകൊണ്ട് ഇതെല്ലാം ചീള് കേസാണ്. എല്ലാം ബ്രഹ്മമാണ്. ബ്രഹ്മത്തിൻ്റെ ഒരു അംശമാണ് ഈ ഗോളവും ഈ ന്യൂക്ലിയർ ബോംബും എല്ലാം. അങ്ങ് ഈശ്വരനാണല്ലോ. ഈശ്വരൻ ഇതെല്ലാം നിസ്സാര കാര്യം. ഈശ്വരൻ തന്നെയാണ് ഇതെല്ലാം ചെയ്തു വെക്കുന്നത്, ഇങ്ങനെയെല്ലാം കാട്ടിക്കൊട്ടുന്ന ഓരോ ദേശത്ത്. അപ്പം പ്രകൃതിയിൽ നിന്ന് അന്യനാണ് താങ്കൾ, പുരുഷനാണ്, സാക്ഷാൽ ഈശ്വരനുമായ. അതെല്ലാം കൃഷ്ണൻ എന്ന ഈ നിലയിലല്ല പറയുന്നത്, ബ്രഹ്മമായിട്ട് തന്നെയാണ് എല്ലാം പറയുന്നത്. നമ്മൾ രാധേ എന്നും പറഞ്ഞിട്ട് അതിനെ ആക്കി മാറ്റുന്നുണ്ട്. അങ്ങ് മായാമുക്തനാണ്. ഇതെല്ലാം മായയിൽ പെട്ടുന്ന കളികളാണ് ന്യൂക്ലിയർ ബോംബെല്ലാം. വേണ്ട, അതിൽ നിന്ന് മുക്തനാണ്. ആത്മസ്വരൂപത്തിൽ വാണരുളുന്ന ആളുമാണ് അങ്ങ്. 24 എന്ത് പറയുന്നു? അങ്ങു തന്നെ തൻ്റെ പ്രഭാവം കൊണ്ട് മായയാൽ മോഹിതരായ ജീവരാശക്തിക്ക് പുരുഷാർത്ഥങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്നത്. അദ്ദേഹത്തെ വർണ്ണിക്കുകയാണ്, എന്നിട്ടാണ് ആവശ്യപ്പെടുന്നത്. അങ്ങു തന്നെ തൻ്റെ പ്രഭാവത്താൽ മായാൽ ഈ മോഹങ്ങളെല്ലാം ഉണ്ടാക്കിയിട്ട് ജീവരാശിക്ക് പുരുഷാർത്ഥങ്ങൾ, ധർമ്മ അർത്ഥ കർമ്മ മോഹങ്ങളെല്ലാം ഉണ്ടാക്കുന്നത് അങ്ങ് തന്നെയാണ്. ഈ പ്രപഞ്ചം അങ്ങയുടെ കീഴിലാണ്. അങ്ങ് വിചാരിക്കുന്നതാണ് ഈ ലോകത്ത് മുഴുവൻ നടക്കുന്നത്. ഈ ന്യൂക്ലിയർ ബോംബ് പ്രയോഗിച്ചതും അങ്ങ് അറിഞ്ഞുകൊണ്ട് തന്നെയാണ്. അവർ പ്രയോഗിക്കുന്നുള്ളത് അങ്ങനെ അറിയാം, അങ്ങേക്കറിയാം. അപ്പം ഇതെല്ലാം മായ കൊണ്ടുള്ള കളിയാണെന്നും അങ്ങേക്കറിയാം. 25 പറയുന്നു, അങ്ങനെ ഭൂമിയുടെ ഭാരം നീക്കിക്കളയുവാനുള്ള ഇച്ഛയാൽ, ഈ ഭൂമിയുടെ ഭാരം നീക്കാനുള്ള ഇച്ഛയാലാണ് അങ്ങ് ജന്മമെടുത്ത് ഈ അവതാരമായിട്ട് ജന്മമെടുത്തത്. അത് തന്നെ ഈ ജനങ്ങൾക്ക് ധ്യാനിക്കുവാനുള്ള ഒരു അവസരം ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ധ്യാനിക്കാനുള്ള അവസരവും ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഞാനും അങ്ങയെ ധ്യാനിക്കുകയാണ്. അങ്ങ് വന്നിരിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? ഈ ഭൂമിയുടെ ഭാരം കുറക്കാൻ തന്നെയാണ്. ആ ഭാരം കുറക്കേണ്ട യുദ്ധമാണ് ഈ മഹാഭാരത യുദ്ധം, അല്ലെങ്കിൽ 3-ാം ലോക മഹായുദ്ധം. ഭാരം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എത്ര പേരാണ് മരിക്കുന്നത് എന്ന് ചിന്തിച്ചു നോക്കൂ. അപ്പം ഭാരം കുറച്ചുകൊണ്ട് പോവുകയാണ്. ഇനി കുറച്ച് തീർന്നോ? ഇല്ല, എത്തിയില്ല. നമ്മളിന്ന് ലോകം
ഭാരം കുറച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ കാലം വന്നിരിക്കുന്നത്. കാലം തന്നെയാണ് കൃഷ്ണൻ. അപ്പോൾ അങ്ങേ ധ്യാനിക്കാനുള്ള ഉള്ള അവസരവും അതുകൊണ്ട് ഉണ്ടാക്കി തന്നിട്ടുണ്ട്. 26 എന്ന് പറയുന്നു, ഇത് എന്താണെന്നോ, അതായത് ഈ വരുന്ന തേജസ് എന്താണെന്നോ എവിടെ നിന്നാണെന്നോ എന്ന് എനിക്കറിയാൻ പറ്റുന്നില്ല. എന്തോ ഒരു തേജസ് ഇങ്ങനെ വരുന്ന കാണുന്നുണ്ടാണ്, എന്താണെന്നൊന്നും എനിക്കറിയാൻ പറ്റുന്നില്ല. കാരണം ഇത് വീണെന്ന് എവിടെയെങ്കിലും കൊണ്ടിട്ടാൽ മതി, നമ്മളെ ശ്രദ്ധയിലൊന്നും കൊണ്ടുണ്ട്, എവിടെയെങ്കിലും ഇട്ടാൽ മതി, ആ ദേശം മുഴുവൻ തേജസ് ഇങ്ങനെ വ്യാപിക്കാവൂ. ആ ന്യൂക്ലിയർ ബോംബ് പ്രയോഗിച്ച ആ ഒരു അവസ്ഥയാണ് പറയുന്നത്. നമ്മൾ വീട്ടിലിരിക്കുമ്പോൾ വീഡിയൊന്നും കാണില്ല, പക്ഷേ ഒരു വലിയ ഊർജ്ജം നമ്മളെ നിലയിലേക്ക് കയറി വരുന്നതായിട്ട് നമ്മൾ അനുഭവപ്പെടും. അപ്പോൾ എവിടെ നിന്നാണ് എന്താണ് വരുന്നതെന്നൊന്നും അറിയില്ല, എനിക്ക് മനസ്സിലാകുന്നില്ല എന്നാണ് അർജുനൻ പറയുന്നത്. അത് പരന്ന് എൻ്റെ നേർക്ക് വരികയാണ്. ഈ ന്യൂക്ലിയർ ബോംബിട്ടതിൻ്റെ ഫലം എന്താണെന്ന് ഭാഗവതം ഇത്രയും വ്യക്തമായിട്ട് നമുക്ക് പറഞ്ഞു തരികയാണ്. എന്നിട്ടോ 27 കൃഷ്ണൻ പറയുന്നു, അപ്പോൾ അശ്വത്ഥാമാവിൻ്റെ ബ്രഹ്മാസ്ത്രമാണ് പ്രാണരക്ഷക്കായിട്ട് പ്രയോഗിച്ചതാണ്. അവനവൻ്റെ പ്രാണരക്ഷക്കായിട്ട് അശ്വത്ഥാമാവ് ബ്രഹ്മാസ്ത്രം പ്രയോഗിച്ചിരിക്കുകയാണ്. അവനത് തിരിച്ചെടുക്കാനും അറിയില്ല. അവനതിൻ്റെ ദൂഷ്യഫലമൊന്നും അവൻ ചിന്തിച്ചില്ല. ഒരു നിമിഷത്തിൽ അവൻ കയറി രക്ഷയ്ക്ക് വേണ്ടിയിട്ട് എടുത്ത് പ്രയോഗിച്ചു. അതിനെ തിരിച്ചെടുക്കാനുള്ള വഴി അവനറിയില്ല, പക്ഷെ അർജുനൻ അറിയാമെന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പം ന്യൂക്ലിയർ ബോംബിനെ തിരിച്ചെടുക്കാനുള്ള വഴിയുമുണ്ട്. എങ്ങനെ? അതാണ് പറയാൻ പോകുന്നത്. ഇനി 28 ഇതിനെ തടുക്കാൻ വേറൊരായുധമൊന്നുമില്ല. ബ്രഹ്മാസ്ത്രത്തെ മറ്റുള്ള ചീള് മിസൈൽ കൊണ്ടൊന്നും തടുക്കാനൊന്നും പറ്റില്ല. ഇതിനെ തടുക്കാൻ വേറെ ആയുധമില്ല. ആ ന്യൂക്ലിയർ ബോംബിനെ തടുക്കാൻ ഈ ലോകത്തിൽ വേറൊരായുധം ഇല്ല. ബ്രഹ്മാസ്ത്രത്തെ ബ്രഹ്മാസ്ത്രം കൊണ്ട് തന്നെ നേരിടണം. ഇവിടെയാണ് ശാസ്ത്രലോകത്തിന് ഭാഗവതം നൽകുന്ന സന്ദേശം. ആ ബ്രഹ്മാസ്ത്രത്തെ ബ്രഹ്മാസ്ത്രം കൊണ്ട് തന്നെ നേരിടണം. ഇന്ന് നമ്മളെ ചിന്ത എന്താണെന്ന് വെച്ചാൽ, അമേരിക്ക മറ്റോ ഒരു ന്യൂക്ലിയർ ബോംബ് ഇങ്ങോട്ട് ഇട്ട് കഴിഞ്ഞാൽ റഷ്യ കയറിയിട്ട് ഒന്ന് അമേരിക്കയിലുള്ളൂ, എന്നിട്ട് രണ്ടുപേരും പരസ്പരം തല്ലിക്കൊല്ലുക. ഈ ചിന്താഗതിയിലാണ് ഇന്ന് ലോകം പോകുന്നത്. ഈ ബ്രഹ്മാസ്ത്രത്തെ തടുക്കുവാനുള്ള വിദ്യ ലോകം ഇന്ന് ചിന്തിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ ചിലപ്പം ശാസ്ത്രജ്ഞന്മാർ ചിന്തിച്ചിട്ടുണ്ടായിരിക്കാം, പക്ഷേ നമുക്കറിയില്ല. കാരണം നമ്മളെല്ലാം പറഞ്ഞു കേൾക്കുന്നത് എന്താണ്, ഇതിട്ട് കഴിഞ്ഞാൽ ലോകം മുഴുവൻ നശിച്ചു പോകുന്നതാണ്, പിന്നെ ലോകമില്ല. പക്ഷെ ഇവിടെ പറയുന്ന അതല്ല, ബ്രഹ്മാസ്ത്രത്തെ ബ്രഹ്മാസ്ത്രം കൊണ്ട് തടുക്കാം. എന്തായിരിക്കാം അതിൻ്റെ അർത്ഥം? ഒരു ബ്രഹ്മാസ്ത്രം എന്ന് പറഞ്ഞാൽ ന്യൂക്ലിയർ ബോംബാണ്. നീ അത് അറിയുന്നവനാണ്. നിനക്ക് ബ്രഹ്മാസ്ത്രത്തെ ബ്രഹ്മാസ്ത്രം കൊണ്ട് എടുക്കാനും നിനക്കറിയാം. അപ്പൊ എന്താണ്, ഒരു ന്യൂക്ലിയർ ബോംബ് പൊട്ടുമ്പോൾ അതിൻ്റെ അകത്ത് ന്യൂക്ലിയസിൻ്റെ അകത്ത് ഒരു ന്യൂട്രോൺ കയറി പോകുമ്പോഴാണ് ആ ന്യൂക്ലിയസ് പൊട്ടിയിട്ട് ഊർജം പുറത്തേക്ക് പ്രവഹിക്കുന്നത്. എന്നിട്ട് അതിൻ്റെ അകത്ത് ന്യൂട്രോൺ പുറത്തേക്ക് വരും. ഈ ന്യൂട്രോൺ വേറൊരാറ്റത്തെയും പൊട്ടിച്ചിട്ട് അങ്ങനെ എല്ലാത്തിനെയും ഓരോന്നിനെ പൊട്ടിച്ചിട്ടാണ് ഇതിങ്ങനെ സ്പ്രെഡ് ചെയ്യുക. ആ വസ്തു മുഴുവൻ കത്തിത്തീരുന്നവരെ അത് സ്പ്രെഡ് ചെയ്യിക്കും. അപ്പം അതിൻ്റെ അകത്തുനിന്ന് വരുന്ന ന്യൂട്രോൺ ആണ് ഇതിനെ അടുത്തേനെ പൊട്ടിച്ചിട്ട് അതിലുള്ള ഊർജവും റിലീസാക്കിക്കൊണ്ട് ഇങ്ങനെ വരുന്നത്. ഒന്നിൽ നിന്ന് വരുന്ന ന്യൂട്രോൺ. അപ്പോൾ ആ ബ്രഹ്മാസ്ത്രത്തെ അതേ സ്ഥലത്ത് വേറൊരു ബ്രഹ്മാസ്ത്രം പൊട്ടിക്കുകയാണെങ്കിൽ അതിൽ നിന്നും ന്യൂട്രോൺ നടക്കും. അപ്പം അങ്ങനെ വരുമ്പോൾ ഈ രണ്ട് ന്യൂട്രോണുകളും പരസ്പരം ശക്തി ക്ഷയിക്കുമോ എന്നാണ് ശാസ്ത്രലോകം അന്വേഷിക്കേണ്ടത്. ബ്രഹ്മാസ്ത്രത്തെ ബ്രഹ്മാസ്ത്രം കൊണ്ട് തടുക്കാം. അതായത് ഒരു ന്യൂക്ലിയർ ബോംബ് പൊട്ടുമ്പോൾ അതിലുള്ള ന്യൂട്രോൺ പുറത്തേക്ക് ശക്തിയിൽ വന്നിട്ട് അടുത്ത ആറ്റത്തെ പൊട്ടിച്ച് അതിൻ്റെ അടുത്ത ആറ്റത്തെ പൊട്ടിച്ചിട്ടാണ് ഇങ്ങനെ ഒരു ചെയിൻ റിയാക്ഷൻ പോലെ പോകുന്നത്. അപ്പോൾ അതിൻ്റെ അടുത്ത് വേറൊരു ബോംബ് കൂടി പൊട്ടിച്ച് കഴിഞ്ഞാൽ, ന്യൂക്ലിയർ ബോംബ് പൊട്ടിച്ചാൽ
അതിൽ നിന്ന് വരുന്ന ഇലക്ട്രോണുകൾ മറ്റേതുമായിട്ട് കൂടിമുട്ടിയിട്ട് അതിൻ്റെ ശക്തി കുറക്കുമോ എന്നാണ് ഇവിടെ പരാമർശിക്കുന്നത്. അപ്പൊ അത് എന്താകുമെന്ന് പറയാൻ കാരണം, എന്നാലും ശക്തി കൂടുന്നതായിട്ട് ഇവിടെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. എന്താണെന്ന് നോക്കാം. ഇത് കേട്ട് അർജുനൻ എന്ത് ചെയ്തു? ജലത്തെ ആദരണം ചെയ്ത് ഭഗവാനെ പ്രദക്ഷിണം വെച്ചിട്ട് ബ്രഹ്മാസ്ത്രം അർജുനനും തൊടുത്തു. തേജസ്സുകൾ തമ്മിൽ ഏറ്റുമുട്ടി. തേജസ്സുകൾ എന്ന് പറയുമ്പോൾ അവിടെ ന്യൂക്ലിയസും തമ്മിലാണ്. ന്യൂക്ലിയസിൽ നിന്ന് വരുന്ന ന്യൂട്രോണുകൾ തമ്മിൽ ഏറ്റുമുട്ടി. ആ തേജസ്സുകൾ കൽപ്പാന്തകാലത്തെ പോലെ, കൽപ്പാന്തകാലത്തിലും ലോകം മുഴുവൻ പ്രളയം കത്തി നശിക്കുന്നത് പോലെ ആകാശത്തെയും അന്തരീക്ഷത്തെയും, ഭൂമിയുടെ ആകാശത്തെയും അന്തരീക്ഷത്തെയും ആവരണം ചെയ്ത് വളഞ്ഞു. രണ്ടും കൂടിയിട്ട് വലുതാകുന്നുണ്ട്. രണ്ട് ബോംബ് പൊട്ടിച്ചാൽ പല രണ്ടാകും. പക്ഷേ അത് പരസ്പരം ന്യൂട്രലൈസ് ചെയ്യുമ്പോൾ ഇവിടെയാണ് ആ ചിന്താഗതി വരുന്നത്. രണ്ടും ലോകത്തിലേക്ക് പടരും. ശക്തി കൂടുന്നുണ്ട്. രണ്ടാകുമ്പോൾ പിന്നെ എന്തായാലും അതിൻ്റെ ശക്തി ഉണ്ടാവില്ല. പക്ഷേ അത് സ്വയം തന്നെ ഒരു പരിധി വരെ പടർന്നിട്ട് ഇല്ലാതാകാനുള്ള ഒരു സാധ്യതയുണ്ട്. അതെങ്ങനെയാണ്? അപ്പം അന്തരീക്ഷത്തെല്ലാം വ്യാപിച്ചു എന്ന് പറയുന്നുണ്ട്. അപ്പം നമുക്ക് ഭൂമിയുടെ അടിയിലത്തെ ഒരു ന്യൂക്ലിയർ ബോംബ് പൊട്ടിച്ചിട്ട് തന്നെ വേറൊന്നും കൂടി അവിടെ വെച്ച് പൊട്ടിച്ചിട്ട് പരിശോധിക്കണം എന്താണ് അതിന് സംഭവിക്കുക എന്ന്. ആ ന്യൂക്ലിയർ ബോംബിൻ്റെ എഫക്റ്റിനെ ന്യൂട്രലൈസ് ചെയ്യുവാൻ വേറൊന്ന് അതേ സ്ഥലത്ത് വെച്ച് പൊട്ടിച്ചാൽ സാധിക്കുമോ എന്നുള്ള ഒരു ഗവേഷണമാണ് നടത്തേണ്ടത്. അത് ശാസ്ത്രലോകം നടത്തിയോ എന്നൊന്നും ഞാൻ നോക്കിയില്ല. അതിൻ്റെ എഫക്റ്റ് എന്തായിരിക്കും? രണ്ടിൻ്റെ എഫക്റ്റാണോ ഉണ്ടാവുക, അല്ലാതെ ഗ്രാജുവലായിട്ട് അത് ശക്തി ക്ഷയിക്കുമോ, അതെല്ലാം ഗവേഷണത്തിലൂടെ പറയാൻ പറ്റും. അപ്പോൾ ഇവിടെ തടുക്കാൻ പറ്റുന്നെന്ന് തന്നെയാണ് പറയുന്നത്. അല്ലാതെ അശ്വത്ഥാമാവ് പ്രവഹിച്ചോണ്ട് നീ ഒന്ന് കൊണ്ടുപോയിട്ട് മറ്റവൻ്റെ രാഷ്ട്രത്ത് ഇടുന്നല്ല പറഞ്ഞിരിക്കുന്നത്. അതിനെ തടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. 31 പറയുന്നു, ലോകത്തിലുള്ള എല്ലാവരും ഇത് പ്രളയാഗ്നിയായി കരുതി. പ്രളയ സമയത്തുള്ള അഗ്നിവാലിയാണ് അത് സംഭവിച്ചിരിക്കുന്നത്. ഇതെല്ലാം നമ്മൾ കാണാൻ പോവുകയാണ്. ഈ 3-ാം ലോക മഹായുദ്ധത്തിലൂടെ ഇതെല്ലാം സംഭവിക്കുന്ന കാര്യമാണ്. കാരണം ചരിത്രമാണ് അതേപോലെ എഴുതി വച്ചിരിക്കുന്നത്. ഇതെല്ലാം സംഭവിക്കും. ഇനി 32 അതിനുശേഷം ജനത്തെ രക്ഷിക്കാനായി ശ്രീകൃഷ്ണന്റെ അഭിപ്രായപ്രകാരം അർജുനൻ രണ്ടിനെയും വേണ്ടതുപോലെ തിരികെ പിൻവലിച്ചു. അപ്പം അർജുനന് അതിൻ്റെ ശേഷം അതിനെ പിൻവലിക്കാനുള്ള വഴിയും അറിയാം. അതെങ്ങനെ പിൻവലിക്കുക എന്ന് പറഞ്ഞാൽ ന്യൂക്ലിയർ ബോംബ് പൊട്ടിയിട്ടതാലും അടുത്തേനെ ചെയിൻ റിയാക്ഷൻ ഉണ്ടാക്കി പോകുന്നതിനാണ് ബോംബ് പൊട്ടുക എന്ന് പറയുന്നത്. പിൻവലിക്കുക എന്ന് പറഞ്ഞാൽ ആ ചെയിൻ റിയാക്ഷനെ സപ്രസ് ചെയ്തുകൊണ്ട് പഴയ അവസ്ഥയിലേക്ക് ആക്കാനുള്ള വഴിയിലാണ് പിൻവലിക്കുക എന്നതുകൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. അതിനെന്ത് ചെയ്യണം? അതിനുള്ള വഴിയും അർജുനൻ പറയുന്നുണ്ട്. അർജുനൻ അറിയാം. അപ്പം അത് ചെയ്യുവാനും ശാസ്ത്രലോകത്തിന് കഴിയും. അത് കൂടുതൽ ഗവേഷണം വേണ്ട. അതിൽ പിടിച്ചുകൊണ്ട് ഗവേഷണം നടത്തണം. ഈ പറയുന്ന വാക്കുകളിലൂടെ എന്താണോ പ്രകടിപ്പിച്ചത് ആ നിലയിൽ അതിനെ സ്റ്റഡി ചെയ്തു കഴിഞ്ഞാൽ ഇത് പിൻവലിക്കാനുള്ള വഴിയും കണ്ടെത്താൻ പറ്റും. ഇത് 33-34. അതിനുശേഷം അർജുനൻ അശ്വത്ഥാമന് പശുവിനെ എന്ന പോലെ കയറ് കെട്ടി പിടിച്ച് മുറുക്കി വരഞ്ഞ് കെട്ടിയിട്ട് പടകുടീരത്തിലേക്ക് കൊണ്ടുപോകുവാൻ ശ്രമിക്കുന്നത് കണ്ടപ്പോൾ അർജുനൻ എന്ത് ചെയ്തു? അവനെ അശ്വത്ഥാമാവിനെ കയറും കൊണ്ട് കെട്ടി പശുവിനെ കെട്ടുന്നവരെ പിടിച്ച് കെട്ടിയിട്ട് വലിച്ചു കൊണ്ടുപോയിട്ട് കുടീരത്തിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നത് കണ്ടപ്പോൾ കൃഷ്ണൻ കുറച്ച് ക്രോധഭാവത്തോടുകൂടി നടിച്ചുകൊണ്ട് പറഞ്ഞു 35 അല്ലയോ അർജുന, ഇവനെ രക്ഷിക്കാൻ നിനക്ക് അർഹത. ഇവനെ രക്ഷിക്കാൻ എനിക്ക് അർഹതയൊന്നുമില്ല. ഇവൻ അത്രയും ക്രൂരനാണ്. ബ്രാഹ്മണാധമനായ ഇവനെ നീ കൊന്നുകളയാൻ കൊന്നില്ല തന്നെ വേണം. അർജുനന്റെ ആവേശത്തിൽ
കൂട്ടുനിന്ന് പറയുകയാണ്, നീ ഇവരെ കൊല്ലുക തന്നെയാണ് വേണ്ടത്. ഇവൻ രാത്രിയുടെ മഴവിൽ കുട്ടികളെ കൊന്നവരും കൂടിയാണ്. ഇവൻ രാത്രിയിൽ കുട്ടികളെ, നിന്റെ മക്കളെയെല്ലാം കൊന്നവനാണ് ഈ സാധനം. അതുകൊണ്ട് ഇവനെ കൊല്ലം തന്നെയാണ്. ഇവനെ രക്ഷിക്കാനൊന്നും നിനക്ക് അർഹതയില്ല. എന്നിട്ട് വേറെന്ത് പറയുന്നു 36 മദ്യലഹരിയിലുള്ളവൻ. അപ്പോൾ ഒരുത്തൻ മദ്യം കഴിച്ചിട്ട് എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ ശ്രദ്ധ വെക്ക, ഒരു ശ്രദ്ധയില്ലാതെ അശ്രദ്ധ കൊണ്ട് സംഭവിക്കുന്നതും, ഭ്രാന്ത് പിടിച്ചത് എന്തെങ്കിലും ചെയ്താലും ഉറങ്ങിക്കൊണ്ടിരിക്കുന്നവനെ ഒന്നും ചെയ്യാൻ പാടില്ല. പിന്നെ അത് കുട്ടിയെ, സ്ത്രീകളെ, ഒരു മൂലക്ക് ഒതുങ്ങിയിരിക്കുന്നവനെ, ശരണാഗതനെ, ആരെങ്കിലും നമ്മൾ ശരണം പ്രാപിക്കാൻ ഒന്നും ചെയ്യരുതേ എന്ന് പറയുന്നവനെ, തേരില്ലാതെ വിഷമിക്കുന്നവനെ, തേരുണ്ടെങ്കിലേ യുദ്ധം ചെയ്യാൻ പറ്റും, അതില്ലാത്തവനെ, ഭയന്നവനെ. ഇവൻ ഭയന്നുകൊണ്ടാണ് ഇരിക്കുന്നത്. ശത്രുവെങ്കിലും ധർമ്മർത്ഥ കൊല്ലില്ല, അങ്ങനെ ഒരു വാക്ക് പറഞ്ഞു. അവൻ 2 വശമുണ്ട്. ഒരിക്കൽ പറയുന്നത് കൊല്ലണമെന്ന്. ഇവൻ നീ ധർമ്മജ്ഞനാണെങ്കിൽ ഇങ്ങനെയല്ലുള്ള അവസ്ഥയിൽ ചിന്തിക്കുമ്പോൾ കൊല്ലാനും പാടില്ല. എന്തുകൊണ്ട്? ഇവൻ ഭയന്ന് വിറച്ച് നിന്റെ മുമ്പിൽ നിൽക്കുകയാണ്. ഇവൻ ആയുധമൊന്നുമില്ല. നീ കയറ് കെട്ടിയിൽ ബന്ധിച്ച് വെച്ചിരിക്കുകയാണ്. എന്നിട്ട് 37 പറയുന്നു, അങ്ങനെ നീ ഇവൻ നിർദ്ദയനായി കൊല്ലപ്പെട്ടാൽ, ദയില്ലാതെ ഇവൻ കൊല്ലപ്പെട്ടാൽ, ഇവൻ പേടിച്ച് എല്ലാം ഒരു ഭയം കൊണ്ട് ചെയ്തു പോയതാണ്. അങ്ങനെയുള്ള അവസരത്തിൽ ചെയ്തു വരുത്താനാണ്, ബോധമില്ലാതെ അവസ്ഥിച്ച് ചെയ്തു പോയതാണ്. അവനെ കൊന്നാൽ ഇവനത് പരലോകത്തിൽ ഗുണം ചെയ്യുകയും ചെയ്യാം. കാരണം ശിക്ഷയിൽ ഇവിടുന്ന് കിട്ടിയല്ലോ. പിന്നെ ഇനി പരലോകത്ത് പോയിട്ട് അവന് ശിക്ഷിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ അവനെന്താ ഉണ്ടാവുക? ഗുണാണ് കിട്ടാൻ പോകുന്നത്. അല്ലെങ്കിൽ ഇവരെന്താ പറ്റുക? പരലോകത്തിൽ ഇനിയുള്ള കാലഘട്ടത്തിൽ നരയിച്ച് ജീവിക്കും. പക്ഷെ നീ ഇവനെ കൊന്നു കഴിഞ്ഞാൽ അവൻ പിന്നെ ഇനിയുള്ള കാലം സ്വന്തമായിട്ട് നടക്കും. അതുകൊണ്ട് അങ്ങനെ ഒരു വശവും ഉണ്ട്. ഇതിൻ്റെ 38, 39 പറയുന്നു, എന്നാൽ നീ ഞാൻ കേൾക്കിയ വേറൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. ആരോട്? പാഞ്ചാലിയോട് പറഞ്ഞിട്ട് അവൻ്റെ തലയർത്തിട്ടാണ് ഞാൻ വരുവാന്നൊരു ശബദവും ചെയ്തിട്ടുണ്ട് നീ. പിന്നെ ഈ കുലത്തെ മുഴുവൻ നശിപ്പിച്ചതാകുമ്പോൾ നിന്റെ യജമാനായവർക്കും അത് ഇവൻ ഇഷ്ടക്കേടാണ്. അത് ധർമ്മപുത്രൻ പോലും ഇഷ്ടപ്പെടില്ല. കാരണം എല്ലാ മക്കളെയെല്ലാം കൊന്ന കുലത്തെ പോലും നശിച്ചവനാണ് ഇവൻ. വലിയ ആ ശക്തി പോലും ഇഷ്ടപ്പെടില്ല. അങ്ങനത്തെ വശമുണ്ട്, അതുമുണ്ട്. പിന്നെ 40 എന്ത് പറയുന്നു? സൂതൻ പറയാണ്, ഇത് കേട്ട അർജുനൻ ധർമ്മനിഷ്ഠനാകയാൽ ഗുരുപുത്രനെ വധിക്കുവാൻ ആഗ്രഹിച്ചില്ല. ഇത് രണ്ടും കേട്ടപ്പോൾ അർജുനനെ ധർമ്മത്തിനനുസരിച്ച് ചെയ്യുന്നില്ല. അപ്പോൾ ഇവിടെ 2 ധർമ്മമുണ്ട്. കൊല്ലണം എന്നുള്ള ധർമ്മമുണ്ട്, കൊല്ലണ്ട എന്നുള്ള ധർമ്മവും ഉണ്ട്. 41 പറയുന്നു, പിന്നെ അവനെയും കൊണ്ട് കൃഷ്ണസമേതം പാഞ്ചാലിയുടെ സമീപത്തേക്ക് കൊണ്ടുവന്നു. അവനെയും പിടിച്ച് വെട്ടുകൊണ്ട് നേരെ പാഞ്ചാലിൻ്റെ അടുത്തേക്ക് പോയി. കാരണം പാഞ്ചാലിയോട് ഒരു വാക്ക് പറഞ്ഞല്ലോ, തല അവിടെ വെച്ചിട്ട് വേണ്ടിയിട്ട് പാഞ്ചാലി പറയാണ്ട് വെക്കാന്നുള്ള നിലയിലായിരിക്കും അവിടെ കൊണ്ടുപോയത്. പാഞ്ചാലിക്ക് സമർപ്പിച്ചു. പിടിച്ചിട്ട് എന്താ നീ വേണ്ട, നീ ചെയ്തോ, ഞാനിതാ പിടിച്ചുകൊണ്ട് തന്നിരിക്കുന്നു പാഞ്ചാലിൻ്റെ അടുത്തേക്ക്. എൻ്റെ 42 മുതൽ 43 പറയുന്നു, അങ്ങനെ അവനെ പശുവിനെ കെട്ടിക്കൊണ്ടുവരുന്നത് പോലെ കൊണ്ടുവരുന്ന ഗുരുപുത്രനെ കണ്ടപ്പോൾ അവൾ നമസ്കരിച്ചു. ഗുരുപുത്രനാണ്. അപ്പൊ അവൾ ഉടനെ എണീറ്റ് നമസ്കരിച്ചു. ഇങ്ങനത്തെ ഒരവസ്ഥയിൽ ഇവ വരുന്നപ്പോൾ ഇത് കണ്ടു നിൽക്കാൻ കഴിയാതെ അവളെന്ത് പറഞ്ഞു? വിട്ടയക്ക് എന്ന് പറഞ്ഞു. കാരണം ഇവൻ ബ്രാഹ്മണനാണ്, കൂടാതെ ആചാര്യനുമാണ്. അവിടെ എന്താണ് പറയുന്നത്? ബ്രാഹ്മണൻ എന്ന് പറയുന്നത് ബുദ്ധിശക്തി കൊണ്ട് കർമ്മം ചെയ്യുന്ന, ചിന്തിക്കുന്ന വ്യക്തികളാണ്, ശാസ്ത്രജ്ഞരാണ് ലോകത്തെ നയിക്കുന്നവർ. ലോകം ഇന്ന് പുരോഗമിച്ചതിൻ്റെ പിന്നിലെല്ലാം ഉള്ളത് ശാസ്ത്രജ്ഞന്മാരുടെ സംഭാവനയാണ്. അവർ കണ്ടുപിടുത്തങ്ങൾ നടത്തുന്നത് അത് ജനം എങ്ങനെയെടുത്ത് പ്രയോഗിക്കുന്നു എന്ന് നോക്കിയിട്ടല്ല. കാരണം നമ്മൾ ഈ പുരോഗതിയിലുണ്ടായിരിക്കുന്ന ഈ ശാസ്ത്രജ്ഞരോട്, ബ്രാഹ്മണരെന്ന് പറയുമ്പോൾ നമ്മളെ ബ്രാഹ്മണരായിട്ട് ചിന്തീകരിക്കരുത്. വേദം പറയുന്ന ബ്രാഹ്മണൻ എന്ന് പറഞ്ഞാൽ അത്രയും ബുദ്ധി തികഞ്ഞ
പ്രപഞ്ച രഹസ്യം മനസ്സിലാക്കുന്ന ചിന്തകരാണ്, ശാസ്ത്രജ്ഞരാണ്. ഈ ലോകത്തെ ഈ അവസ്ഥയിൽ എത്തിച്ചതല്ല അവരാണ്. ഈ ആയുധങ്ങൾ മുഴുവൻ അർജുനൻ ഉപയോഗിക്കുന്ന ആയുധങ്ങൾ മുഴുവൻ കണ്ടെത്തിയതും ഇവരാണ്, ഇവരുടെ സംഭാവനയാണ്. അപ്പൊ അവർക്ക് ലോകത്തെ നശിപ്പിക്കാനല്ല താല്പര്യം, അവർ ലോകത്തെ രക്ഷിക്കാൻ വേണ്ടിയാണ് ഇതെല്ലാം കണ്ടുപിടുത്തങ്ങൾ നടത്തുന്നത്. അവരുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടിയല്ല. അവരവരുടെ ജീവിതം പോലും ആ ശക്തിക്ക് അർപ്പിച്ചുകൊണ്ടാണ് ചെയ്യുന്നത്. പക്ഷെ അങ്ങനെയുള്ള ചിന്തകർക്കും സ്വന്തം രക്ഷേന ചിന്ത വരുമ്പോൾ കയറി വന്ന് ആ നിമിഷത്തിൽ ചെയ്തു പോയ ഒരു തെറ്റാണ്. അത് വലിയൊരു തെറ്റായിട്ട് കാണരുത്. എന്നിട്ടെന്ന് പറയുന്നു, കൂടാതെ ആചാര്യനുമാണ്, പഠിപ്പിക്കുന്ന ഗുരുനാഥൻ്റെ മകനാണ്. ഇത് 44 പറയുന്നു, ഏതൊരു ഗുരുവിനാൽ നീ രഹസ്യമന്ത്രങ്ങളോടുകൂടിയ ധനുർവേദങ്ങളെല്ലാം അവയുടെ പ്രയോഗമെല്ലാം പഠിച്ചു, എല്ലാം നീ ഗുരുവിൽ നിന്നാണ് നീ വിദ്യ നേടിയിരിക്കുന്നത്. അപ്പം അങ്ങനെയുള്ളൊരു വലിയ സമൂഹത്തിലൊരു വ്യക്തിയാണ് ഈ വ്യക്തി. അന്ന് അദ്ദേഹം നിന്നെ പഠിപ്പിച്ചു. ആ ആചാര്യൻ തന്നെയാണ് പുത്രരൂപത്തിൽ ഇവിടെ നിന്റെ മുമ്പിൽ നിൽക്കുന്നത്. അദ്ദേഹത്തിൻ്റെ അർദ്ധഭാഗമായ പത്നിയും അടുത്തുണ്ട്. അദ്ദേഹത്തിൻ്റെ പത്നിയും അടുത്തിരിക്കുന്നുണ്ട്. അതിനാൽ ധർമ്മജ്ഞനായ ഭർത്താവോട് അവൾ പറയുകയാണ് 36, അതുകൊണ്ട് ഗുരു വംശം സംഘടം അനുഭവിക്കരുത്. ഗുരുവിൻ്റെ വംശം, കാരണം ലോകത്തിന് വേണ്ടി ഇത്രയും വലിയ സംഭാവനകൾ നൽകുന്ന ശാസ്ത്രജ്ഞന്മാരുടെ വംശം കഷ്ടം അനുഭവിക്കരുത്. എന്നിട്ട് 47 പറയുന്നു, മക്കൾ നശിച്ചത് മൂലം വീണ്ടും വീണ്ടും കരഞ്ഞുകൊണ്ടിരിക്കുന്ന എനിക്ക് ഇദ്ദേഹത്തിൻ്റെ അമ്മയും കരയേണ്ടതായി വരും. ഇദ്ദേഹത്തിൻ്റെ അമ്മയും അവിടെ ഇരിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഇവിടെ ഇത്രയും പ്രാധാന്യം കൊടുത്തിരിക്കുന്നത്? ശാസ്ത്രലോകമാണ് ഇതെല്ലാം ചെയ്ത് കൂട്ടുന്നുണ്ടെങ്കിലും യഥാർത്ഥത്തിൽ അവർക്കിതിലൊന്നും താല്പര്യമില്ല. ഈ യുദ്ധത്തിൻ്റെ പിന്നിൽ ഇപ്പം അമേരിക്കയും റഷ്യയും തമ്മിൽ ഏറ്റുമുട്ടുന്നുണ്ടെങ്കിലും അതിലെ ശാസ്ത്രജ്ഞന്മാർക്ക് എന്താണ്? അവരോരോ കണ്ടുപിടുത്തങ്ങൾ നടക്കുന്നു. ഭരണാധികാരികളാണ് എടുത്ത് പ്രയോഗിക്കുന്നത്, അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നതല്ല. ഇപ്പം 48 എന്ത് പറയുന്നു? ഏതൊരു ക്ഷത്രിയനാൽ പ്രകോപിതപ്പെട്ടതായ ബ്രാഹ്മണൻ. അപ്പം ക്ഷത്രിയ ഭരണാധികാരികളാണ് ഈ ശാസ്ത്രജ്ഞന്മാരെ എടുത്ത് പ്രകോപിപ്പിച്ചിട്ട് ചെയ്യിപ്പിക്കുന്നത്. ദുര്യോധനന് വേണ്ടിയിട്ടാണ് ഈ ചെയ്തതെല്ലാം കുറ്റം ചെയ്യുന്നത്, ദുര്യോധനെ തൃപ്തിപ്പെടുത്താൻ. ബുദ്ധിമാന്മാർക്കൊരു കുഴപ്പമുണ്ട്, അതിൻ്റെ യജമാനന്മാരെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി നിൽക്കും. ഭരണാധികാരികൾ പറയുമ്പോൾ എനിക്കിങ്ങനെ ആയുധമാണ് ഉണ്ടാക്കുന്ന ആളും ഗവേഷണം നടത്തി ഉണ്ടായിക്കൊടുക്കും. അവരുടെ ജോലിയാണ്, അവരവൻ്റെ ജോലിയായിട്ട്, അല്ലാതെ അവർക്ക് ഈ ധർമ്മയുദ്ധത്തിലൊന്നും അവർക്ക് താല്പര്യമൊന്നുമില്ല. അപ്പം ഏതൊരു ക്ഷത്രിയരാൽ പ്രകോപിപ്പിക്കപ്പെട്ട് അവരുടെ പ്രകോപനത്തിന് വശംവരായിട്ടാണ് ഇവർ ഈ ബ്രാഹ്മണരെ ആ ക്ഷത്രിയരുടെ വംശത്തെ നശിപ്പിക്കപ്പെട്ടവരുടെ ആളുകളുടെ ശോഭത്തിൽ പെടുത്തി നീറ്റിക്കളയുന്നത്. ആ ബ്രാഹ്മണ വംശം ഇവരുടെ പ്രേരണയാലാണ് ആ വംശത്തിലുള്ള എല്ലാവരെയും ശോകത്തിൽപ്പെടുത്തി നീറ്റിക്കളയുന്നത്. കാരണം ഈ ആയുധം ഉപയോഗിച്ചുകൊണ്ട് ആരാണ് നശിക്കാൻ പോകുന്നത്? എല്ലാവരും നശിക്കാൻ പോകുന്നുണ്ട്. ആരുടെ? ഈ ദുർഭരണാധികാരികളുടെ പ്രേരണയാൽ. കാരണം ഈ ദുർഭരണാധികാരികളുടെ പ്രേരണയാലാണ് കീഴിലുള്ള ഉദ്യോഗസ്ഥന്മാരെ ശാസ്ത്രജ്ഞന്മാർ വർക്ക് ചെയ്യുന്നത്. അപ്പം അവർ പ്രേരിപ്പിക്കുന്നു, ശത്രുവിനെ കൊല്ലാൻ വേണ്ടി ഇതെടുത്ത് പ്രയോഗിക്കുന്നു. ഇത് പ്രയോഗിക്കുമ്പോൾ എന്തുപറ്റിയാണ്? എല്ലാ വംശങ്ങളും അതിൻ്റെ കീഴിലുള്ള എല്ലാവരും ശോകത്തിൽപ്പെട്ട് നശിക്കുകയാണ്. അതാണ് ഇവിടുത്തെ കാര്യം. ഈ യുദ്ധത്തിലെ ശാസ്ത്രലോകം എന്നൊരു വിഭാഗമുണ്ട്, അത് ബ്രാഹ്മണരാണ്. ബ്രാഹ്മണർക്ക് അതിൽ വലിയ പങ്കൊന്നുമില്ല. അവരെ കണ്ടുപിടുത്തങ്ങൾ നടത്തുക, ന്യൂക്ലിയർ ബോംബ് കണ്ടുപിടിക്കുക, ഇതെല്ലാം അവരെ ഗവേഷണത്തിൻ്റെ കണ്ടുപിടിച്ച സത്യങ്ങളാണ്. അതെടുത്ത് പ്രയോഗിക്കാനൊന്നും അവർ പറയുന്നില്ല, കൊല്ലാനൊന്നും അവർ പറയുന്നൊന്നുമില്ല. പിന്നെ ഭരണാധികാരികളുടെ പ്രേരണ ഉണ്ടാകുമ്പോൾ, ഒരു യുദ്ധം നടക്കുമ്പോൾ ഇവർ അത് ചെയ്യാൻ നിർബന്ധിതരായി തീരുകയാണ്. അല്ലാതെ അവർ മനസ്സോടു കൂടിയൊന്നും അല്ല, ഇഷ്ടപ്പെട്ടിട്ടൊന്നും ആയിരിക്കില്ല.
എന്തായാലും ചെയ്യേണ്ടി വരും, അവിടെ ഇരിക്കുമ്പോഴത്തേക്കും ചെയ്യേണ്ടി വരും. ആ തരത്തിലാണ്. അപ്പോൾ അവർക്കെന്ത് വേണം? ആ ഒരു കൺസിഡറേഷൻ കൊടുത്തേ പറ്റും. 49 സുധൻ പറയുകയാണ്, നീതിക്ക് നീതി അനുസരിച്ച് പ്രവർത്തിക്കുന്ന, കാപഢ്യമില്ലാത്ത, കരുണയോടുകൂടിയ, സമഭാവനയുള്ള രാജ്ഞിയുടെ ആ വചനത്തെ, നീതിക്ക് നിരക്കുന്ന ഒരു വർത്തമാനമാണ് ആര് പറഞ്ഞത്? പാഞ്ചാലി പറഞ്ഞത്. കാപഢ്യമില്ല, കരുണയോടുകൂടിയ, സമഭാവനയുള്ള ഒരു രാജ്ഞി എന്ന നിലയിലാണ് ആരിത് പറഞ്ഞത്? രാജ്ഞി പറഞ്ഞത്. ആ രാജ്ഞിയുടെ വചനത്തെ രാജാവായ ധർമ്മപുത്രർ അഭിനന്ദിച്ചു. അപ്പൊ ധർമ്മപുത്രനാണ് രാജാവ്. രാജാവാണല്ലോ ഫൈനൽ തീരുമാനം എടുക്കേണ്ടത്. അപ്പൊ രാജാവ് ചെയ്യുന്നു, അഭിനന്ദിക്കുന്നു. പാഞ്ചാലി ഇത് പറഞ്ഞപ്പോൾ ധർമ്മപുത്രർ അവളെ അഭിനന്ദിച്ചു. അവർ മാത്രമല്ല, അപ്പോൾ നകുല സഹദേവന്മാരും സാത്വികയും കൃഷ്ണനും യാദവരുമെല്ലാം ജനങ്ങളും എല്ലാം അവളെ അഭിനന്ദിച്ചു. ആ വാക്കിനെ ബഹുമാനിച്ചു. അപ്പോൾ 51 അപ്പോൾ കോപാർക്കേതിയിലുള്ള ഭീമന് ഇത് ദഹിക്കില്ലല്ലോ. ഭീമൻ അപ്പം വേറൊരു വകുപ്പ് എടുത്തിട്ട് കൊടുത്തു. ഉറക്കത്തിൽ കിട്ടുന്ന കുട്ടികളെ തൻ്റെ ആവശ്യത്തിനോ പോലും തനിക്ക് വേണ്ടിയിട്ടല്ല ചെയ്തിരിക്കുന്നു. ഉറക്കത്തിൽ കിടക്കുന്ന കുട്ടികളെല്ലാം കൊന്നത് ഭീമന്റെ പുത്രനെയെല്ലാം കൊന്നല്ലോ. അതുകൊണ്ടുള്ള ദേഷ്യത്തിന് ഉറക്കത്തിൽ കിടക്കുന്ന കുട്ടികളെ ഇവന് തൻ്റെ ആവശ്യത്തിന് വേണ്ടിയല്ല കൊന്നിരിക്കുന്നു. ഒരു കാരണവും ഇല്ല, വേറെ ആർക്കോ വേണ്ടിയിട്ട് കൊന്നവൻ അവനെ വധിക്കുന്നത് ശ്രേയസ്കരമാണെന്ന് ശ്രുതികളുണ്ട് എന്ന് പറയുകയാണ്. അങ്ങനെയുള്ളവനെ കൊല്ലണം എന്നുള്ള വകുപ്പ് ഉണ്ട് നാട്ടിൽ നിന്ന് ഭീമന്റെ അഭിപ്രായമാണ്. അപ്പോൾ 52 ഇത് കേട്ട കൃഷ്ണൻ എന്തു പറഞ്ഞു? അർജുനനെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ബ്രാഹ്മണ 53 ബ്രാഹ്മണ വംശത്തിൽ പിറന്നവൻ കൊല്ലപ്പെട്ടു കൂടാ. ഒരു ബ്രാഹ്മണ വംശത്തിൽ പിറന്നവൻ കൊല്ലപ്പെട്ടുകൂടാ. ബ്രാഹ്മണൻ എന്ന് പറയുന്നത് നമ്മൾ ഈ ജാതിയല്ല കേട്ടോ. ബുദ്ധിപരമായ ശാസ്ത്രലോകത്തൊരിക്കുന്നവൻ, അവൻ ശാസ്ത്രലോകത്തിരിക്കുന്നവൻ. ശാസ്ത്രത്തിന്റെ ഭാഗമായി അവരെന്തെല്ലോ കണ്ടുപിടുത്തെല്ലാം നടത്തി ന്യൂക്ലിയർ ബോംബെല്ലാം കണ്ടുപിടിച്ചിട്ടുണ്ട്. അവരെന്തിനാ കൊല്ലുന്നത്? അവൻ ലോകത്തിന് വലിയ സംഭാവന നൽകിയ വ്യക്തികളാണ്. അവർക്ക് ഈ ലോക കാര്യത്തിലൊന്നും താല്പര്യമില്ല. നേരത്തെ പറഞ്ഞതന്നെ. അതുകൊണ്ട് അങ്ങനെയുള്ള നിലയിൽ ബ്രാഹ്മണനെ കൊല്ലുന്നത് ശരിയല്ല. ബ്രാഹ്മണൻ എന്ന് പറഞ്ഞാൽ ധർമ്മത്തിനനുസരിച്ച് ബ്രഹ്മത്തെ മനസ്സിലാക്കി പ്രവർത്തിക്കുന്നവരാണ്. അത് ശാസ്ത്രജ്ഞരാണ്. അവർ കണ്ടുപിടുത്ത പ്രപഞ്ച രഹസ്യം മുഴുവൻ മനസ്സിലാക്കുന്നവരാണ്. എന്നിട്ട് ലോകത്തിന് നന്മയ്ക്ക് വേണ്ടി കൊടുക്കുന്നവരാണ്. അത് ഭരണാധികാരികളാണ് എടുത്ത് ഉപയോഗിക്കുന്നത്. ആ നിലയിൽ അവരെ കൊന്നുകൂടാ. ആയുധമെടുത്ത് യുദ്ധത്തിന് വരുന്നവനെ കൊല്ലാം. ആരെങ്കിലും ആയുധം എടുത്തിട്ട് യുദ്ധത്തിന് വരുന്ന അവനെ കൊല്ലാൻ നോക്കൂ. ഇവൻ ആയുധം എടുത്തിട്ട് വരുന്നുണ്ടോ? ഇല്ല. ഇതെല്ലാം ഞാനുണ്ടാക്കിയ ശാസ്ത്രം തന്നെയാണ്. ആര്? ബ്രഹ്മം ആയ കൃഷ്ണൻ തന്നെ ഉണ്ടാക്കിയ ശാസ്ത്രം തന്നെയാണ്. അതുകൊണ്ട് ശാസ്ത്രവിധി അനുസരിച്ച് നീ വേണ്ടതങ്ങ് ചെയ്തോന്ന് പറഞ്ഞു. തലയിട്ടില്ല. അർജുനനെ വിട്ടുകൊടുത്ത് നീ എന്താ വേണ്ടതെന്ന് വെച്ചാൽ നീ ചെയ്തോ. ഇങ്ങനെ 2 വകുപ്പുകളെല്ലാം ഉണ്ട്. 54 എന്നും കൂടിയും പറയുന്നു, പത്നിക്ക് നൽകിയ ഉറപ്പ് നീ ചിന്തിച്ചോണം. പത്നിക്ക് നീ ഒരു പ്രതിജ്ഞ ചെയ്തിട്ടുണ്ട്, അവൻ്റെ തലയാർത്തിട്ടാ വരുക. പിന്നെ ഭീമനും പാഞ്ചാലിക്കും എനിക്കും ഇഷ്ടമുള്ളത് നീ നിറവേറ്റുക, അതും നീ ശ്രദ്ധിക്കണം. പിന്നെ ആ ഭീമൻ പറഞ്ഞത് നീ ശ്രദ്ധിക്കണം. കാരണം ഭീമനും പറയുന്നതിൽ കാര്യമല്ലുണ്ട്, അവിടെ നീതിയുണ്ട്. പാഞ്ചാലിക്കും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന ഒരു തീരുമാനം നീ അങ്ങ് എടുത്തു, അർജുനന്റെ തലയിൽ വെച്ചു. അപ്പം 55 മുതൽ 56 വരെ. അനന്തരം ശ്രീകൃഷ്ണന്റെ അന്തർഗതം അറിഞ്ഞ്, അപ്പം ശ്രീകൃഷ്ണൻ എന്താണ് പറയുന്നതെന്നെല്ലാം അർജുനൻ മനസ്സിലാക്കി. എന്ത് ചെയ്തു എന്ന് വെച്ചാൽ, ആ ബ്രാഹ്മണന്റെ ശിരസിലെ കുടുമ
ആ രത്നത്തെ കുടുംബയെടുത്ത് കുടുംബയടക്കം മുറിച്ചു കളഞ്ഞു. ബ്രാഹ്മണന്റെ തലയിലെ രത്നം എന്താണ്? അവിടെ വേറെ രത്നമൊന്നുമില്ല. കുടുംബ എന്ന് പറയുന്നത് ജ്ഞാനവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ശാസ്ത്രത്തിൻ്റെ ജ്ഞാനം ഒരു രഹസ്യം, ശാസ്ത്ര രഹസ്യം സൂചിപ്പിക്കാൻ, ഒരു സയൻസ് രഹസ്യം സൂചിപ്പിക്കാനാണ് ഈ കുടുംബം വെച്ചിരിക്കുന്നത്. ആ കുടുംബേൻ്റെ അകത്താണ് എന്തുള്ളത്? ബുദ്ധി എന്നൊരു വികാരം. ബ്രാഹ്മണന് കൊടുത്തിരിക്കുന്ന ബുദ്ധി, ജ്ഞാനം നേടാനുള്ള ആ രത്നം, ആ വിശേഷ ബുദ്ധി, അതാണ് ഇവിടെ രത്നമായിട്ട് ചിത്രീകരിച്ചത്. അത് രണ്ടും ഇങ്ങ് എടുത്ത് കളഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി ഇവൻ ശാസ്ത്രം കൈകാര്യം ചെയ്യണ്ട. ശാസ്ത്രം കൈകാര്യം ചെയ്യുന്നവൻ ലോക നന്മക്കാണ്. ശാസ്ത്രത്തെ രണ്ടു തരത്തിൽ ഉപയോഗിക്കാം. ലോകത്തെ നശിപ്പിക്കാൻ ഉപയോഗിക്കാം. ആറ്റം ബോംബ് ഉണ്ടായിട്ട് ലോകത്തെ നശിപ്പിക്കുകയും ചെയ്യുക. ആറ്റം വൃക്ഷങ്ങൾ ഉപയോഗിച്ച് വൈദ്യുതി ഉണ്ടാക്കിയിട്ട് ലോകത്തിന് ഉന്നതിയും ഉണ്ടാക്കാം. പക്ഷെ ഇവൻ അധർമ്മിയായിപ്പോയി. ഇവനിനി ഇത്തരത്തിൽ പ്രയോഗിച്ചതുകൊണ്ട് ഇനി ഇവന് ആ ജ്ഞാനത്തിൻ്റെ ആവശ്യമില്ല. അവനെ ഇനി ആ ലോകത്ത്, ശാസ്ത്ര ലോകത്തുനിന്ന് അവനെ എടുത്ത് ദൂരെ കളഞ്ഞു. അപ്പോൾ എടുത്ത് എന്നിട്ട് അവനെ വലിച്ചു കെട്ടിയിട്ട് കട്ടലിലയച്ചിട്ട് കൊടിയിലത്തിൻ്റെ വെളിയിലേക്ക് പറഞ്ഞു വിട്ടു. എൻ്റെ 57 എന്ന് പറയുന്നു, തല മുട്ടയടിക്കുക. തല മുട്ടയടിക്കുക എന്ന് പറഞ്ഞാൽ ഈ ശാസ്ത്രജ്ഞാനവും കൊണ്ട് നീ ഇനി നടക്കണ്ട. ഈ മുട്ടയടിക്കുക എന്ന് പറഞ്ഞാൽ ഈ കുടുംബം എന്ന് പറയുന്നത് പഠിക്കുമ്പോൾ വിദ്യ നേടുന്നവരെ കുടുംബയെല്ലാം പണ്ട് വിൽക്കുമായിരുന്നു. എന്തിനാന്ന് പറഞ്ഞാൽ എവിടെ നിന്ന് വിദ്യ തുടങ്ങണം? ആറ്റത്തിൻ്റെ ഘടനയിൽ നിന്ന് പോകണം. ആറ്റത്തിൻ്റെ ഘടന എന്ന് പറഞ്ഞാൽ ഒരു ന്യൂക്ലിയസും തല എന്നൊരു ന്യൂക്ലിയസും അതിൻ്റെ ആറ്റത്ത് ഒരു ഇലക്ട്രോൺ. ഇതാണ് കുടുംബം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പൂണൂല് കൊണ്ട് ഉദ്ദേശിക്കുന്നതും ഓർബിറ്റുമാണ്. അതിൻ്റെ അകത്തുള്ള കണങ്ങളെയാണ്. ആറ്റത്തിൻ്റെ ഘടന ഇതെല്ലാം ആറ്റവുമായിട്ട് ബന്ധപ്പെട്ട് വിദ്യ തുടങ്ങുന്നത് ആറ്റത്തിൽ നിന്ന് തുടങ്ങണം. അതാണ് സ്റ്റാർട്ടിങ്. പ്രപഞ്ചത്തിൻ്റെ രഹസ്യം അവിടെ നിന്ന് പഠിച്ചു തുടങ്ങണം. അതിനു വേണ്ടിയിട്ട് ഒരു പ്രതീകമായിട്ടാണ് ഇത് വെച്ചിരിക്കുന്നത്. അപ്പം ശാസ്ത്രലോകം എന്താണ് ഇത് എന്ന് ചിന്തിക്കുമ്പോൾ നമ്മൾ എത്തിച്ചേരുന്ന ആറ്റത്തിൻ്റെ ഘടനയിലേക്കായിരിക്കും. പൂണൂലിനെ പറ്റി ചിന്തിച്ചാലും കുടുംബയെ പറ്റി ചിന്തിക്കുമ്പോഴെല്ലാം നമ്മൾ എത്തിച്ചേരുന്നത് ആറ്റത്തിൻ്റെ ഘടനയിലേക്കാണ്. ആ ശ്രദ്ധ അവിടത്തേക്ക് കൊണ്ടുപോകാനാണ് ഇതെല്ലാം വെച്ച് കിടക്കുന്നത്. ഇവന് ഇനി അതിൻ്റെ ആവശ്യമില്ല. കാരണം ഇവന് ശാസ്ത്രം പഠിപ്പിക്കണ്ട. പിന്നെ സ്വത്ത് പിടിച്ചെടുക്കുക. അവർക്ക് പിന്നെ ഒരു അധികാരം കൊടുക്കാറില്ല, ഒരു സ്ഥാനമാനങ്ങളും കൊടുക്കാതെ ഏതെങ്കിലും ഒരു തരത്തിൽ, അതായത് ശാസ്ത്രത്തെ ദുരുപയോഗം ചെയ്യുന്നവരെ സമൂഹത്തിൽ പിന്നെ വെച്ചിരുന്നു കൂടാ. അവൻ ഭിക്ഷാടനം എന്തോ ചെയ്തിട്ട് ജീവിച്ചിട്ട് പോകാം. അവൻ അതിനുള്ള സ്ഥാനങ്ങളൊന്നും സ്ഥാനത്തു നിന്നും നീക്കിക്കളയുക. പിന്നെ അങ്ങനെ ശാസ്ത്രം കൈകാര്യം ചെയ്യുന്നവരെടുത്ത് അങ്ങനെയുള്ള ബുദ്ധിയുള്ളവരെ, ബുദ്ധി എന്ന് പറഞ്ഞാൽ രണ്ടുണ്ട്. ലോക പുരോഗതിക്കായിരിക്കണം. ലോകത്തെ ബുദ്ധി എന്തിനും ഉപയോഗിക്കുന്നുണ്ട്? മരുന്നുകളിലെല്ലാം മനുഷ്യരെല്ലാം കേടുകൂടാതെ വരാതിരിക്കാൻ വേണ്ടിയുള്ള ചില ശാസ്ത്രങ്ങളെല്ലാം ഉപയോഗിച്ചിട്ട് മനുഷ്യരെ ക്യാൻസർ പിടിപ്പിക്കുന്നുണ്ട്. പച്ചക്കറികളിലെല്ലാം രോഗാണുക്കളെ നശിപ്പിക്കാനും പറഞ്ഞ് അടിച്ച് തളിച്ചിട്ട് പച്ചക്കറിയെല്ലാം നല്ല ഫ്രഷായിട്ട് കാണും. വാങ്ങി കഴിച്ചു കഴിഞ്ഞാൽ ക്യാൻസറാണ് വരിക. ഇങ്ങനെയുള്ള ശാസ്ത്രജ്ഞന്മാരെയൊന്നും സ്ഥലത്തിരുത്തരുത്. അവനെ ആ സ്ഥലത്ത് നിന്ന് എടുത്ത് ദൂരക്കളയും. ഒരു സ്ഥലത്തും വെക്കരുത്. അവൻ്റെ സ്വത്തും എല്ലാം പിടിച്ചെടുത്തിട്ട് കളയണമെന്നാണ് പറയുന്നത്. അപ്പം ശാസ്ത്രത്തെ ലോക പുരോഗതിക്കാണ് ഉപയോഗിക്കേണ്ടത്. നന്മയ്ക്ക് വേണ്ടിയാണ് ഉപയോഗിക്കേണ്ടത്. പണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കൃത്രിമത്രം കാണിക്കാനൊന്നും ശാസ്ത്രത്തെ ഉപയോഗിച്ചുകൊണ്ടാ. ഇന്ന് പരസ്യങ്ങളിലൂടെ എല്ലാം നടക്കുന്നത് എന്താണ്? ആളെ പറ്റിക്കാനാണ് ശാസ്ത്രം ഉപയോഗിക്കുന്നത്. എന്നിട്ടോ സ്ഥാനത്ത് നിന്നും നീക്കിക്കളയുക. ഇത് തന്നെ ബ്രാഹ്മണർക്ക് വധശിക്ഷക്ക് തുല്യമാണ്. അവരെ വധിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അവരെ ആ സ്ഥാനങ്ങളിൽ നിന്ന് മാറ്റി നിർത്തി വിടുക. നിങ്ങളെ ശാസ്ത്രമൊന്നും കൈകാര്യം ചെയ്യണ്ട, പറഞ്ഞു പിടിക്കുകയാണ് വേണ്ടത്. അല്ല വേറെ ശാരീരവധമൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അതേ ബുദ്ധിമാന്മാരെ ബഹുമാനിക്കണം. പക്ഷേ ബുദ്ധിമാന്മാർ ലോക നന്മക്കുള്ളതേ ചെയ്യാൻ പാടുള്ളൂ. അല്ലാതെ പണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇന്ന് എന്തെല്ലാം കൃത്രിമ സാധനങ്ങളാണ് ആളെ പറ്റിക്കാൻ വേണ്ടി ഉണ്ടാക്കുന്നത്. മുളക് പൊടിയിൽ മറ്റുള്ളത് ചേർക്കും. കാണുമ്പോൾ നല്ല ചുവന്ന മുളക് പൊടിയായിരിക്കും, പക്ഷേ വിഷമായിരിക്കും തിന്നുന്നത്. ഇതെല്ലാം ശാസ്ത്രത്തിൻ്റെ സംഭാവന തന്നെയാണ്. ശാസ്ത്രം അതിന് വേണ്ടിയിട്ട് തന്നെ ബേബി ഫുഡെല്ലാം ഉണ്ടാക്കി വരുന്നുണ്ട്. എന്തെല്ലാം ചേർത്തിട്ട്
നമുക്കറിയാലോ, പെട്ടെന്ന് ശരീരം പൊങ്ങിച്ച് വരാൻ വേണ്ടിയിട്ടുള്ള സിനിമയിലെല്ലാം കണ്ടിട്ടില്ലേ, ബേബി ഫുഡിൽ എന്തെല്ലാം ചേർക്കുന്നു, മാരകമായ വസ്തുക്കൾ. ഈ സ്റ്റീരിയോയിഡുകളെല്ലാം അടങ്ങിയ വസ്തുക്കളെല്ലാം ശാസ്ത്രജ്ഞന്മാർ തന്നെയല്ലേ ഉണ്ടാക്കിയിട്ട് സമൂഹത്തിൽ ഇറക്കുന്നത് പണത്തിന് വേണ്ടിയിട്ട്. അങ്ങനെയുള്ള ശാസ്ത്രജ്ഞന്മാരും ഇല്ലേ? അവരെല്ലാം ബുദ്ധിയെടുത്ത് തുഴഞ്ഞ് കളഞ്ഞിട്ട് സമൂഹത്തിൽ നിന്ന് തന്നെ ഇറക്കി വിടേണ്ട കാലമെല്ലാം കഴിഞ്ഞു. അതാണ് ലോകമഹായുദ്ധത്തിലൂടെ സംഭവിക്കാൻ പോകുന്നത്. മൂന്നാം ലോകമഹായുദ്ധത്തിലൂടെ, മഹാഭാരത യുദ്ധത്തിലൂടെ അത്തരം ശാസ്ത്രജ്ഞന്മാരെല്ലാം സമൂഹത്തിൽ നിന്ന് എടുത്ത് മാറ്റപ്പെടുക തന്നെ ചെയ്യും. അതിന് സംശയമൊന്നും വേണ്ട. ഇന്നെന്ന് പറയുന്നത് ജനത്തിൻ്റെ ആരോഗ്യം നോക്കിയിട്ടൊന്നുമല്ല. പച്ചക്കറികളെല്ലാം എന്തായിരിക്കും, നല്ല ഒരു ഭയങ്കര നല്ലതായിരിക്കും. പക്ഷെ എന്തായിരിക്കും, മാരകമായ വിഷം അടിച്ചിട്ടാണ്, കൃമി പോലും അതിൻ്റെ അടുത്ത് വരുന്നില്ല തുറക്കാൻ. അതാണ് നമ്മൾ വാങ്ങിയിട്ട് കഴിക്കുന്നത്. ഇതെല്ലാം ശാസ്ത്രത്തിൻ്റെ സംഭാവന തന്നെയാണ്. ശാസ്ത്രജ്ഞന്മാർ ഇതിനു വേണ്ടി ഉപയോഗിക്കുകയാണ്. അവർ എല്ലാം തന്നെയാണ് ഇവിടെ ഈ കഥയിലൂടെ എന്ന് പറയുന്നത്. മഹാഭാരത യുദ്ധത്തിലൂടെ, മൂന്നാം ലോകമഹായുദ്ധത്തിലൂടെ ഇവരെല്ലാം സമൂഹത്തിൽ നിന്ന് മാറ്റപ്പെടുക തന്നെ ചെയ്യും. അതിനൊന്നും ഒരു സംശയം വേണ്ട. ഈ കഥയിലൂടെ പറഞ്ഞ മാതിരി തന്നെയാണ് ലോകം പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. ലോകം അങ്ങനെ തന്നെയാണ് മുന്നോട്ടേക്ക് പോകാൻ പോകുന്നത്. 58 എന്ന് പറയുന്നു. പിന്നെ പാഞ്ചാലി അവിടെ എല്ലാം കൂടിയിട്ട് ദുഃഖിതരായ എല്ലാവരും കൂടിയിട്ട് എന്ത് ചെയ്യുന്നു, മരിച്ചവരുടെ എല്ലാം ശരീരമെല്ലാം ശവദാഹെല്ലാം വേണ്ട പോലെ ചെയ്തിട്ട് ചെയ്യാൻ വേണ്ടി പോയി എന്ന് പറഞ്ഞാൽ അവിടെ അവസാനിപ്പിക്കും.